നമുക്ക് വെറുതെ മിണ്ടിയും പറഞ്ഞും കുത്തിരിക്കാം. ഞാനിപ്പോ നിൽക്കുമ്പോ ഒരു ന്യൂസ് കണ്ടേ. ആ ന്യൂസ് പിന്നെ ചില ഒരു ബൈറ്റ് കൊടുക്കണേ മതേതാ രാജ്മോഹൻ ഉണ്ണിത്താൻ എന്താണ് ആ ബൈറ്റ് കൊടുക്കുന്നേ. അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താ, കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്ത് കുറെ പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുക്കളെയൊക്കെ എന്നാണ് അങ്ങ് മാറ്റിക്കളയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാനോർത്ത് എന്താ ഇതിന്റെ പ്രശ്നം, അങ്ങനെ പെട്ടെന്നൊരു ഇവർക്കൊക്കെ ഇങ്ങനെ ബോധോദയം വരാൻ വേണ്ടി എന്താ പ്രശ്നം നോക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് രാഹുലും ആ കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ശക്തമായിട്ടുള്ള നിലപാടായി പ്രവർത്തകർ മുന്നോട്ട് വന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈമും ഇല്ലാതെ ഏതോ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഏതോ 2-3 സ്ത്രീകൾ വന്ന് ഒരാരോപണം അങ്ങ് ഉന്നയിക്കുക, മിനിറ്റുകൾക്കുള്ളിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ സാധനം വന്ന് ചാടി അങ്ങ് ഇറങ്ങിയിട്ട് ഇപ്പം നടപടിയെടുക്കും, അങ്ങ് നടപടിയെടുത്താടിയ എന്നൊക്കെ പറഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റി, പാർട്ടിയിൽ നിന്നടക്കം അദ്ദേഹത്തെ മാറ്റി. അപ്പൊ അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രവർത്തകർ പ്രതികരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഏതൊരു ക്രൈം ചെയ്താലും അവന്റെ ഭാഗം പറയാനുള്ള ടൈമിങ് കൊടുക്കും ആർക്കായാലും. അത് ഒരു ലോകത്തിന്റെ ഒരു സംസ്കാരം അങ്ങനെയാണ്. എന്നാൽ ആ ടൈമിങ് പോലും ആ പുള്ളിക്ക് കൊടുത്തിട്ടില്ല. ഇവൻ എന്തോ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വന്നതുപോലെ തന്നെ ഇവന് എന്താ അച്ഛനാ മകളാന്ന് കളിക്കുന്ന ആ പെണ്ണ് പെട്ടെന്ന് വന്ന് പറയുന്നു. ആ പറയുമ്പോഴേക്കും ഇവൻ ചാടി വീഴുന്നു. ഉടനെ തന്നെ ഇവൻ എന്തോ പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നു. എന്നിട്ട് വരുന്ന കോൺഗ്രസിന്റെ എല്ലാ കമ്മിറ്റിക്കാരും കൂടി അങ്ങ് ആലോചിച്ചിട്ട്, മുതിർന്ന നേതാക്കന്മാർ ആലോചിച്ചിട്ട് അങ്ങെടുത്ത തീരുമാനം. ഇത് ആലോചിച്ചത് ഇതെപ്പോ ഇവർ കമ്മിറ്റി കൂടിയ ഇതൊന്നും നമുക്കറിയില്ല. ഞാനിത് വാർത്ത കാണുന്നത് സൗദി സമയം 9:45 നടപടി വന്നത് തൊട്ട് 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് നടപടിയും വന്നിട്ടുണ്ട്. പിന്നെ ഇവരെങ്ങനെയാ ഇതൊക്കെ കമ്മിറ്റി കൂടി എങ്ങനെയാ ഇത് കൂടിയാലോചിക്കാനും ഇതിനെ ഡിസ്കസ് ചെയ്യാനും ഇതിനെ ചർച്ച ചെയ്യാനൊക്കെ സമയം കിട്ടുന്നത്? എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തകരും സാധാരണ ജനങ്ങളൊക്കെ ഇങ്ങനെ പ്രതികരിക്കുന്നത്. അപ്പൊ അതേപോലെ ഇവർക്ക് പുഴുക്കുത്തായി തോന്നുന്നു. അപ്പൊ നേതാക്കന്മാർ ഈ സ്വന്തം ഇല്ലാത്ത വളർന്നു വരുന്ന യുവതലമുറയെ ചവിട്ടി താക്കുന്ന ആ ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കണം എന്നാണ് ഇവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. മനസ്സിലായി? അതിന് സൗകര്യമില്ല, അതിന് മനസ്സില്ല. ഇങ്ങനെ പ്രതികരിച്ചതിന്റെ പേരിൽ രാജ്യത്തിന്റെ പൗരത്വം നിങ്ങൾ എടുത്തു കളയാണെങ്കിൽ അതങ്ങ് എടുത്തു കളാ. റേഷൻ കാർഡിന്റെ പേര് വെട്ടുകയാണെങ്കിൽ അതങ്ങ് വെട്ടി കാണിക്ക് കേട്ടാ. ഇത് പ്രവർത്തകരെ പറഞ്ഞ് പേടിപ്പിക്കണ്ട. ഈ പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലത്തെ അവർക്ക് വലിയ അങ്ങ് ദന്തഗോപുരവും വണ്ടിയും വെച്ച കാറും പിന്നെ എന്താ പറയുക ഒരു പൈസ ഇല്ലാണ്ടൊക്കെ അങ്ങ് ജീവിക്കാം. ഞങ്ങളെപ്പോൾ പ്രതികരിക്കുന്നവരുടെ ഒറ്റ ലക്ഷ്യം എന്താ പറയുക, പാർട്ടി നിലനിൽക്കണം എന്നാ. അല്ലാതെ ഇന്ത്യയൊന്നും ഈ തിട്ടൂരത്തിനനുസരിച്ച് നീയൊക്കെ അങ്ങ് എന്തെങ്കിലും വിഡിത്തങ്ങൾ പറയുമ്പോൾ കേട്ടിട്ട് അങ്ങനെ ഇതിനകത്ത് ചടഞ്ഞിരിക്കണം എന്ന് നമ്മളാരും വാക്കൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതൊരു വികാരമാണ്, ഇതൊരു ആവേശമാണ്, ഇതൊരു ഇന്ത്യ രാജ്യം ഉണ്ടാക്കിയ പാർട്ടിയാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് ജീവൻ ബലി കൊടുത്ത ഒരുപാട് മഹാരഥന്മാർ ഇരുന്ന പാർട്ടിനെ നിങ്ങളുടെ വ്യക്തി നേട്ടങ്ങൾക്കും നിങ്ങളുടെ കുടുംബക്കാർക്കും വേണ്ടിയിട്ട് ഈ പാർട്ടിയെ ദുര്യോഗം ചെയ്യുമ്പോൾ അതിന്റെ കൈക്ക് പിടിക്കാനും കാലിൽ പിടിക്കാനും ഇവിടുത്തെ സാധാരണ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് അവകാശമുണ്ട്, റൈറ്റ് ഉണ്ട്. അതേ ചെയ്യുന്നുള്ളൂ കേട്ടാ. അല്ലാതെ പാർട്ടി വിരുദ്ധ പ്രവർത്തനമൊന്നും ആരും നടത്തിയില്ല, ഇനി സോഷ്യൽ മീഡിയയിലെ കൂടി നടത്തിയിട്ടില്ല. നിങ്ങൾ രാഹുലും ആ കൂട്ടത്തിന്റെ പേരിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? അതിനാദ്യം മറുപടി പറഞ്ഞിട്ട് മതി. മുതിർന്ന നേതാക്കൾ എന്ന് പറയുമ്പോൾ ഇവന്റെ ഒന്നും തറവാട് സ്വത്തല്ലെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. മനസ്സിലായി? ഇവരെയൊക്കെ നേതാവാക്കിയതും ഇന്ന് പ്രതിഷേധിക്കുന്ന ഇതേ താഴെ തട്ടിലുള്ള പ്രവർത്തകർ തന്നെയാ. ഇവരില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തെങ്കിലും നേതാവാകുമോ? നിങ്ങളില്ല കുടുംബത്തിലുള്ള ആൾക്കാർ വന്നിട്ടാണോ നിങ്ങൾ ഓരോ ഇലക്ഷനിൽ മത്സരിപ്പിക്കുമ്പോൾ ഈ വോട്ടിംഗ് ലിസ്റ്റൊക്കെ ഓരോരോ വീട്ടിൽ കയറി കൊടുത്ത ആ വോട്ടർമാരെയൊക്കെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിക്കുന്നതല്ല. നിന്റെയൊക്കെ മകനി അങ്ങ് UK-ലും അമേരിക്കയിലും പഠിച്ച് ഉല്ലസിച്ച് നടക്കുമ്പോൾ ഇവിടെ നിന്നെയൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. അവരെ വിയർപ്പ, അവരെ മുഖത്ത് നോക്കിയിട്ടാണ് നിങ്ങളെപ്പോലവർ വന്നിട്ട് ഗുണ്ടകള് സൈബർ അങ്ങ് ആക്കിന്ന് പറയുന്നത്. ഉളുപ്പുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല. മനസ്സിലായി? ഇതിപ്പോ സാങ്കേതിക വിദ്യയൊക്കെ ഒരുപാട് പുരോഗമിച്ച്, മനസ്സിലായ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവരൊക്കെ നമ്മളൊക്കെ പ്രതികരിക്കുന്നത്. ഞാൻ ഇപ്പോഴും പറയുന്നു,
രാഹുലും ആ കൂട്ടത്തിൽ ചെയ്ത ക്രൈം ഏതെങ്കിലും ഒരു സ്ത്രീ പരാതി കൊടുത്തോ എന്ന് പറ. നിങ്ങൾ വിത്ത് എവിഡൻസ് വേണ്ടേ? നമുക്ക് നാളെ പറ്റി നിങ്ങളുടെ പേരിലേക്കും ആരോപണങ്ങൾ ഉന്നയിക്കാനോ? അപ്പൊ നിങ്ങൾ ഈ ധാർമ്മികത കാണിക്കുവോ? അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഇവിടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ ഒരുപാട് യൂത്ത് കോൺഗ്രസിന്റെ ഏതോ ഒരു നമ്മുടെ സഹോദരി പരാതി കൊടുത്തിട്ട് ഇതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് പ്രത്യേകിച്ച് VD സതീശനാണ്. അത് ഞാൻ പിന്നീട് ഞാൻ പറയും, ഇതൊക്കെ ആവട്ടെ കേട്ടാ. ഈ കുറെ ഫാൻസുകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അത്തരം ഫാൻസുകളോട് പറയാ, ഞാൻ ഇവന്റെ ഒന്നും മറ്റേ മേടിച്ചിട്ടും നക്കിയിട്ടും ജീവിക്കുന്നവനൊന്നും അല്ല കേട്ടാ. ഞാൻ കോൺഗ്രസിന്റെ ആശയത്തിൽ വിശ്വസിക്കുന്നവനാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ എണ്ണം വന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ പ്രതിപക്ഷ നേതാവിന് അങ്ങ് ഇത് എന്തേ പ്രതിപക്ഷ അവനൊരു പാർട്ടി കൊടുത്തൊരു സ്ഥാനം, ആ സ്ഥാനം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ എല്ലാവരെയും ഒരേ ലെവലിൽ കൊണ്ടുപോയി കൃത്യമായിട്ട് തന്നെ അവരെ സംരക്ഷിച്ച് തെറ്റും ശരിയും ഉണ്ടെങ്കിൽ അത് പൊതുസമൂഹത്തോട് പറഞ്ഞിട്ട് നടപടിയെടുക്കാൻ, അല്ലാതെ ഇവന്റെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് നടപടിയെടുക്കാനല്ല. അതുമാത്രമല്ല, ഇവനിക്കിതിനാ റൈറ്റും ഇല്ല. അതിന് KPCC പ്രസിഡന്റ് ഉണ്ട്, മനസ്സിലായി? അതിനാണ് പാർട്ടിയുടെ PCC അധ്യക്ഷനെ വെക്കുന്നത് വെറുതെ കടല വർക്കാനല്ല. പാർട്ടിയുടെ കാര്യങ്ങൾ അദ്ദേഹം പറയട്ടെ. അദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇവൻ ചാടി മുന്നോട്ട് വരുന്നത് എന്തിനാ? അപ്പൊ അതാണല്ലോ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ വലിയ കുറെ ആളങ്ങ് വന്നിട്ടെങ്കിൽ പ്രവർത്തകരെങ്ങാക്കി കളിയും, ഞങ്ങൾ സോഷ്യൽ മീഡിയ അങ്ങ് ഉറച്ച് വാർച്ചകളി എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ മനസ്സിലങ്ങ് വെച്ചേ. ഇത് കണ്ടിട്ട് ജീവിക്കുന്നവരൊന്നുമല്ല നമ്മൾ, മനസ്സിലായ? അത് നിങ്ങൾക്ക് ഭയപ്പാടുണ്ടാകുക. നിങ്ങൾക്ക് ഈ പാർട്ടിയിലെങ്കിൽ ഒരു പക്ഷെ തൂമ്പാ പണിക്ക് പോകേണ്ടി വരും, അതിന് നിങ്ങൾക്ക് കഴിയത്തില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ അധ്വാനിക്കുന്നവരാ. ഞങ്ങൾ പാർട്ടിക്ക് അങ്ങോട്ട് മനസ്സിലായ? ഇതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ ഈ വിദേശത്തൊക്കെ കൊണ്ടുവരുമ്പോൾ ഞങ്ങളൊക്കെ വേർപ്പിന്റെ ആശ എടുത്തിട്ടാണ് ഇവരെയൊക്കെ കൊണ്ടുവരുന്നിട്ട് ഇവിടെ എന്താ വേണ്ട എല്ലാ സുഖങ്ങളും കൊടുക്കുന്നത്. എന്തിനാണെന്നറിയാം? ഈ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടിയാ, പാർട്ടിനെ വളർത്താൻ വേണ്ടിയാ. അല്ലാതെ ഓരോരുത്തരുടെ നേട്ടങ്ങൾക്കും സ്ഥാനകയറ്റത്തിനും വേണ്ടി കൂടെ ഉള്ളവരെ ചവിട്ടി അമർത്തിയിട്ട് എത്തിപ്പിടിച്ചിട്ട് അപ്പുറം പോയിട്ട് പിന്നെ അതിന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരോട് വെക്കിട്ട് കയറിയുണ്ടെന്നും നിങ്ങളെ ചൊറിച്ചൽ മാറത്തൊന്നുമില്ല. അത് മനസ്സിലാക്കിക്കോ കേട്ടാ. അതുകൊണ്ട് ആ വിരട്ടലും വിലവേശലൊന്നും ഇവിടെ ആരടുത്തും വേണ്ട. പിന്നെ ഇവിടെ അങ്ങനെ പാർട്ടിനെ നിങ്ങളെ നശിപ്പിക്കുന്നത്, മറ്റുള്ളവരെ നശിപ്പിക്കുന്നത്. ഇവിടെ പ്രവർത്തകർ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഇല്ല, മറ്റുള്ളവന്റെ വായിലത്തേറിയും ചീത്തയും മുഴുവനും കേൾക്കുന്നത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയാ, അതിനെ വളർത്താൻ വേണ്ടിയാ, അല്ലേ? അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാ? ഞാൻ ചോദിക്കട്ടെ, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളും പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കുന്നവർക്കൊന്നും ഒരു രൂപന്റെ ഫയൽ പോലും ഈ പാർട്ടി കൊണ്ടുണ്ടാവത്തില്ല. നാളെ അവരത് പ്രതീക്ഷിക്കുന്നുമില്ല. പക്ഷെ എന്താണ്, നമ്മളൊരു ആശയം, നമ്മളെ പൂർവികന്മാർ പടുത്തുയർത്തിയ ആശയം ഇവിടെ നിലനിൽക്കണം, ഞങ്ങളൊക്കെ മരണം വരെ, അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് പറയുന്ന കേട്ടാ. അല്ലാതെ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്കിതിനകത്ത് എന്തോ കമ്മീഷൻ കിട്ടിയിട്ടോ അല്ലെങ്കിൽ നാളുകൾ ഇതുകൊണ്ട് അങ്ങ് അതൊക്കെ മാറ്റി അങ്ങ് പിന്നെ ഏതല്ലോ എന്താ ആക്കിയിട്ട് ഞങ്ങൾക്ക് സൈബർ ലോകത്ത് നേതാക്കന്മാരെ പിന്നെ മോശമായി ചിത്രീകരിക്കുന്നവരെല്ലാം വേണ്ടത് എന്റെ കുറെ തിട്ടൂരൊക്കെ അങ്ങനെ ഏതോ ക്യാപ്സ്യൂൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പൊ, മനസ്സിലായ? ക്യാപ്സ്യൂൾ. അപ്പൊ ഇവന്റെയൊക്കെ വിചാരം എന്താണെന്നറിയാം, നമ്മളെന്തോ പാർട്ടിന് വലിയ ശമ്പളം ഇവനൊക്കെ ഈ ന്യായീകരിക്കുന്ന ഈ ചറ്റത്തരം ചെയ്തു വെച്ചവനെയൊക്കെ ന്യായീകരിക്കുന്നവന്റെ വിചാരം എന്താ പറയാ, നമ്മൾ ഈ പാർട്ടിക്ക് അത് എന്തൊക്കെയോ അങ്ങ് നേടിയിട്ടായില്ലെന്നാ. എടാ അവറ്റകളാണ് നേടുന്നത്, അവറ്റകൾക്കന്ന് ശമ്പളം, സാലറി, കൊടിവെച്ച കാറ്, കാര്യങ്ങൾ അവരുടെ കുടുംബത്തിന് എല്ലാം ഉണ്ട്, മനസ്സിലായി? എന്തിനാ നിങ്ങളെ തെറ്റും ശരിയും കണ്ടെത്തി? രാഹുലും ആ കൂട്ടത്തിന്റെ ഭാഗത്ത് ക്രൈമോ തെറ്റോ പരാതിയോ ഉണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെട്ടെ, എന്തായാലും. പക്ഷെ അവൻ അതൊന്നുമില്ലാതെ കൂട്ടത്തിൽ നിന്ന് ഞാൻ പ്രതിപക്ഷ നേതാവാണ്, ഞാൻ കോൺഗ്രസിനെ അങ്ങ് ഉണ്ടാക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട് സ്വന്തം, അതായത് CPM-നോട് ഒരു വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ പൊരുതുന്ന ഒരു നേതാവിനെ, ഒരു അലിഗേഷനുമില്ല, ഒരു സ്ത്രീക്ക് ഒരു പരാതിയില്ല, എന്നിട്ട് അങ്ങനെയുള്ളതാണ് ഇവൻ കേക്കാതെ ബാധി ഇതങ്ങ് നടപടി എടുക്കുമ്പോൾ എടുക്കുമ്പോ ഇവന്റെ ഉള്ളിൽ എന്തൊക്കെ ചിന്താഗതി ഉണ്ടെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വലിയ യൂണിവേഴ്സിറ്റിന്ന് കോഴ്സൊന്നും എടുത്ത് വരേണ്ട ആവശ്യമില്ലടാ ഊളകളെ. കാരണം എനിക്ക് രാഷ്ട്രീയ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഊളകളോടാ പറയുന്നത്, പറയാരോടുമല്ല കേട്ടാ. അപ്പൊ അതുകൊണ്ട് അവനെയൊക്കെ പൊക്കി പിടിച്ചിട്ട് പോലെങ്കിൽ ആ വഴിക്ക് അങ്ങ് പോകും കേട്ടാ. പിന്നെ ഞാനിവിടെ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ചോയ്സാണ്. പൊതുരംഗത്ത് നിൽക്കുമ്പം ആ പൊതുരംഗത്ത് പ്രവർത്തകരോട് കാണിക്കേണ്ട മാന്യത കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പറയും, ഇല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് പൊക്കോട്ടെ. പിന്നെ അവൻ കേരളത്തിലെ പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചില്ലേ, കേരളത്തിലെ തിരമാല പോലെ അടിച്ചു വന്നാലും ഞങ്ങളുടെ നിലപാടൊന്നും മാറ്റമില്ല, അത് പൊതുസമൂഹത്തോട് പറയണ്ട. ഇവനാക്കാനും വലിയ ബമ്പന്മാരെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചേക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇവൻ എന്ത് പുറവ അടിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, ഈ സോഷ്യൽ മീഡിയന്റെ ഇവരും പറഞ്ഞല്ലോ, ഇപ്പൊ സോഷ്യൽ മീഡിയയല്ലോ കോൺഗ്രസ് പാർട്ടി എന്നുള്ള ഇവൻ പറയാം. എടാ സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ട ഇന്നത്തെ സമകാലിക
പിന്നെ സാഹചര്യത്തിനനുസരിച്ച് സോഷ്യൽ മീഡിയ പ്രധാനപ്പെട്ട ഘടകം. അത് ലോകത്ത് മുഴുവൻ എങ്ങനെയാ അറിയോന്നറിയില്ല. ഈ അറബ് ആ കൺട്രിയിൽ മുല്ലപ്പൂ അറബ് വസന്തം എന്ന് പറഞ്ഞ ഒരു വലിയ വിപ്ലവകരമായിട്ടൊരു സമരമൊക്കെ ഉണ്ടായത് ഈ സോഷ്യൽ മീഡിയ വഴി ഒറ്റ ഒരുത്തം പോസ്റ്റിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് കേണൽ ഗദ്ദാഫിയും ഹുസ്നി മുബാറക്കും ഒക്കെ ഏകാധിപത്യമായിട്ട് ഭരിക്കുന്നിടത്ത് നിന്ന് അവരൊക്കെ ഇന്നിപ്പം ജീവിച്ചിരിപ്പില്ല. അവരൊക്കെ ആ രാജ്യത്തു നിന്ന് പുറത്ത് പോവേണ്ടി വന്നത് ഇതേ സോഷ്യൽ മീഡിയയിലെ കൂടിയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി അതെല്ലാം പോട്ടെ, ഇന്ത്യ രാജ്യത്ത് 2014 നരേന്ദ്രമോദി ആദ്യമായിട്ട് ഏത് സാഹചര്യം ഏത് ഇത് ഉപയോഗിച്ചിട്ടാണ് അധികാരത്തിലേക്ക് വന്നത്? ഈ പൊട്ടനിക്ക് ഇതൊന്നും അറിയില്ല. എങ്ങനെയാ വന്നത്? ഇതേ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെയാണ് ഈ രാജ്യം മുഴുവൻ കോൺഗ്രസിന് നേരെ ഇല്ലാതെ പച്ചക്കളവ് സ്പെക്ട്രം അഴിമതി എന്ന് പറഞ്ഞുകൊണ്ടും മറ്റൊരില്ലാത്ത അഴിമതിയൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലെ കൂടി പ്രചരിപ്പിച്ചാണ് ആദ്യം 2014 മൻമോഹൻ സിംഗും ഗവൺമെന്റിനെ പുറത്താക്കിയത്, നമ്മളെ ഭരണത്തിന് ഔട്ടാക്കിയത്. അതിന് സോഷ്യൽ മീഡിയക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് തന്നെയല്ലേ ഫോളോസിനൊക്കെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഇതിന് വലിയൊരു സാങ്കേതികത്വവും ഇതൊന്നുമില്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് എന്തിനാ എക്സിലും ട്വിറ്ററൊക്കെ എന്തിനാ? അതൊക്കെ ബന്ധാക്കാൻ പറ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് പറ. ഇതിനൊന്നും ഒരു പ്രസക്തിയും ഇല്ലെങ്കിൽ ഈ പൊട്ടന്മാർ പറയുന്നതും കേട്ടിട്ട് കുറെ പഴംപിരികൾ അത് ശരിയാ സോഷ്യൽ മീഡിയ അല്ല എന്ന് പറഞ്ഞ കുറെ പോങ്ങന്മാരുണ്ട്. ഇവിടെ കാലം പുരോഗമിക്കുമ്പോ ഇവറ്റകൾ പറയുന്നതിന് ബാക്കി തന്നെ പോല്ല. ബുദ്ധി വെച്ചിട്ട് അവരുണ്ട് തെറ്റ് ശരിയും മനസ്സിലാക്കി എടുക്കടാ. നിങ്ങൾ എന്നാടാ നന്നാവുക? അല്ലാതെ നമുക്കിപ്പോ ഇവന്റെയൊക്കെ വർത്താനം കേട്ടൊക്കെ സതീശനോടൊക്കെ വ്യക്തിവിരുദ്ധേഷമുണ്ട്, എന്നിട്ട് രാഹുൽ മാക്കോട്ടത്തിനോട് എന്തോ അമിതമായിട്ടുള്ള സ്നേഹം, അങ്ങനെയൊന്നും ഇല്ലടാ. നിരപരാധിയെ ക്രൂശിക്കപ്പെടാൻ പാടില്ല. നമ്മൾ അങ്ങനെ തന്നെയാണ് ഭരണഘടനയിൽ പറയുന്നത്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധിയും സൃഷ്ടിക്കപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച രാജ്യത്ത് നിന്നുകൊണ്ടാണ് ഒരു മനുഷ്യനെ അധികാര തർക്കത്തിന്റെ പേരിൽ ഒരു ക്രൈമും ഒരു പരാതിയും ഇല്ലാതെ എടുത്തുനിന്ന് ഇത്ര മാത്രം വേട്ടയാടി ഒറ്റപ്പെടുന്നത്. ഞാൻ ഇന്ന് രാഹുൽ മാക്കൂട്ടത്തിന്റെ ഒരു വോയിസ് എനിക്ക് കേട്ട് വല്ലാതെ സങ്കടം തോന്നിപ്പോയി. കാരണം അദ്ദേഹം ഇതിന് ശേഷം രാത്രി കിടന്നുറങ്ങലില്ല എന്നാ പറയുന്നത്. ഉറക്കണ്ടിക്കല് എന്തോ ഒരു പെലഡോളും പിന്നെ എന്തോ ഒരു ഗുളികയും കുടിച്ചിട്ടാണ് രാത്രി ഉറങ്ങി രാവിലെ 5 മണിക്ക് വീണ്ടും എഴുന്നേക്കും. അദ്ദേഹം വല്ലാതൊരു കോമ സിസ്റ്റമില്ല ഉള്ളത്. അദ്ദേഹത്തിന്റെ എന്തെങ്കിലും മാനസിക ഇത് തെറ്റിപ്പോച്ചിട്ട് ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ റൂമിനകത്ത് കടന്നിട്ടാണ് ഉള്ളത്. ഇപ്പൊ സത്യമല്ല, അദ്ദേഹത്തിന്റെ അമ്മയുടെയും സഹോദരിയും കാര്യം പറയേ വേണ്ട, അത്ര മാത്രം എന്താ പറയാ ഒരു സ്റ്റേജിൽ അവരുള്ളത്. പക്ഷെ ഇതിനൊക്കെ മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്ര മാത്രം പീഡനം ആ കുടുംബം അനുഭവിച്ചിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് ആ കുടുംബത്തിൽ അമ്മയില്ലേ അവിടെ? ഈ രാഹുലിന് പിന്നെ ഒരു സഹോദരി ഇല്ലേ അവിടെ? ഈ രാഹുൽ ക്രൈം ചെയ്തെന്ന് ഇവർ വെക്കട്ടെ, അവിടെ പോയിട്ട് ഒന്ന് സമാധാനിപ്പിച്ച് ഇവരാരെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ ഇന്ത്യന്റെ പട്ടാളക്കാരന്റെ മകനെ കാവൽ നിന്ന ഒരുപാട് കാലം ആ ബോധം ഇവറ്റകൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് പറയും പിന്നെ കുറെ പാർട്ടിയാണ് വലുത്, പാർട്ടിയെക്കാളൊന്ന് കുറെ കമന്റോളികൾ. ഇവർക്ക് എന്ത് കോൺഗ്രസ്? ഈ കമന്റോളികൾക്ക് ഞാൻ കോൺഗ്രസിന്റെ ഹിസ്റ്ററി അറിയാം. പാർട്ടി എന്ന് പറയുന്നത് ആൾക്കാരും വേണം, നേതാക്കന്മാരും അണികളും വേണം, എങ്കിലേ ഒരു പാർട്ടിയാകൂടെ ഊളകളെ അല്ല. പാർട്ടിയാണ് വലുത്. പിന്നെ വ്യക്തിയല്ലാതെ പറയും വ്യക്തികൾ കൂടുന്നതാണ് പാർട്ടിയായി മാറുന്നത്. മനസ്സിലായി? യുവ കമന്റ് എഴുതുമ്പോൾ അതൊക്കെ ചിന്തിക്കും. നിങ്ങൾക്ക് കേരളക്കാർ വലിയ സാക്ഷരതയിൽ 1ാം നമ്പർ നിൽക്കുന്നതെന്നൊക്കെയല്ലേ പറഞ്ഞു വെക്കുന്നത്? വലിയ സ്കെഡ് മിസൈൽ മാറ്റം ബോംബൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുള്ള എന്താണ് ഇതിനകത്ത് മാത്രം എഴുതുമ്പോ ഇങ്ങനെ ബോധമില്ലാണ്ടായി പോന്ന്? ഞാൻ എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ തലച്ചോറ് നിങ്ങൾ വേണ്ട പോലെ ഉപയോഗിക്കും. വ്യക്തിവിദ്വേഷമോ അല്ലെങ്കിൽ നമ്മളെ കണ്ടുകൂടാഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളെ വിദ്വേഷം ഉണ്ടെന്ന് വെച്ചിട്ട് ഈ പൊട്ടത്തരം ഇങ്ങനെ എഴുതി വിടല്ല കേട്ടാ. അതുകൊണ്ട് ഞാൻ ആ കമന്റോളുകളോട് പറയുന്നത് ഞാനിത് കണ്ടിട്ട് ജീവിക്കുന്നവനൊന്നുമല്ല കേട്ടാ. മനസ്സിലാ? പിന്നെ ഇങ്ങളെന്ത് എറിയാലും എന്റെ രോമത്തിന് പോലും ഒന്നും ബാധിക്കത്തുമില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ അതങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടാ. ഇനിയിപ്പോ ഞാടെ വന്നിട്ട് ഈ കമന്റോളികൾ ഈ ബാഡ് കമന്റ് ഇടുമ്പോ എന്റെ ലക്ഷ്യം തന്നെ നിന്നെ പോലെ വിഡ്ഢികളെ എന്റെ ഈ വോയിസ് കേൾപ്പിക്കുക എന്നുള്ളതാ. അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം ഈ ബാഡ് കമന്റ് ആണ് എഴുതുന്നുണ്ടെങ്കിൽ നീ എന്നെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആ ഇടുന്നവരും. അപ്പൊ അത് കേൾപ്പിക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം. മനസ്സിലായ? അപ്പൊ അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് കമന്റ് ഇട്ടാലും എനിക്കിതാ കേട്ടാ, വേറെ ഒന്നുമില്ല. പിന്നെ പറയേണ്ടത് ഏത് വാപ്പയായാലും അത് പറയേണ്ടത് തന്നെ പറഞ്ഞിട്ട് പോകും. ഇനി പബ്ലിക്കിന്റെ മുമ്പിലാണ് വന്നിട്ട് അവരത്ര സ്റ്റേറ്റ്മെന്റ് നടത്തുന്നെങ്കിൽ അവിടെ തന്നെ മറുപടി പറയും. അവർക്ക് അവിടെ പറയാന്നും എനിക്ക് ഞാൻ പോയിട്ട് അടച്ചിട്ട റൂമിൽ പോയിട്ട് ചുമര് നോക്കിയിട്ട് അതിന് ചുമരിനോട് ഞാൻ മറുപടി പറയാറുണ്ട്. ഇവിടെ സമൂഹത്തിനോട് അവർ തെറ്റായ മെസ്സേജ് കൊടുക്കുമ്പോൾ അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണെന്നും ഞാനും പറയും. അതും കേൾക്കേണ്ട സമൂഹം. അത് കേട്ടിട്ടുണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടിട്ടില്ല.
ലക്ഷക്കണക്കിന് ഇല്ലേ? അത് ഇപ്പം നമുക്കറിയാലോ, അതിന്റെ സോഷ്യൽ മീഡിയ എടുത്ത് പരിശോധിച്ചാൽ മതിയല്ലോ. അതിൽ ആയിരക്കണക്കിന് കമന്റ്, 2-3 ഈ കമന്റോളികളെ ഉള്ളൂ കേട്ടാ. ഈ വിവരം ഇല്ലാത്ത, ഞങ്ങൾ എന്താ സ്വയം എഴുതുന്നു എന്ന് പറയുകയും ചിന്തിക്കുക പോലും ചെയ്യാത്ത കുറച്ച് 2-3 ഉണ്ട്. അതിനൊക്കെ ഞാൻ ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം അവരെയൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞു തരാം. ഇപ്പൊ ഞാൻ തൽക്കാലം പറയുന്നില്ല കേട്ടാ. ഞാൻ ഇപ്പൊ ഇതിങ്ങനെ വന്നു വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് അങ്ങ് സോഷ്യൽ മീഡിയ ഉടച്ചു വാർക്കുന്നു, ഇത് ഇവിടെ ഇങ്ങനെയാക്കുന്നു, പിന്നെ അവിടെ ഇങ്ങനെ പുഴുക്കുത്തുകളുണ്ട് എന്നൊക്കെ പറയുമ്പോ ഈ പുഴുക്കുത്തിന്റെ അവരെന്താ ഇവരെ മുമ്പിലാക്കുന്നു ഈ സോഷ്യൽ മീഡിയ വെക്കുന്നവര്? ഓർഡർ അനങ്ങാണ്ട് പിന്നെ തെറ്റ് ചെയ്താൽ സ്ട്രേഡാക്കലുമില്ല, തല മുതിർന്നതുമില്ല, തല നിരച്ചതുമില്ല, ഇനി തല എന്താ പറയാ ഇത് ചെയ്തതുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കും, അത് പൊതുസമൂഹത്തിന് മുമ്പേ. അല്ലെങ്കിൽ നിങ്ങൾ മാറിക്കോ, നമ്മളാരും പറയത്തില്ലല്ലോ. പറയോ? ഇല്ല. അപ്പൊ രാഹുൽ മാക്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വരെ ഒരാൾക്കും ഒരു വിത്ത് എവിഡൻസോ തെളിവോ ഇല്ല. പെണ്ണുങ്ങൾ കുട്ടികൾ ഇപ്പം ക്രൈംബ്രാഞ്ചോട് ഞങ്ങൾക്ക് ഒരു പരാതിയും ഇല്ലാതാണ്. പിന്നെ ആർക്കാണ് ഈ പ്രശ്നം എന്ന് ഞാൻ ചിന്തിക്കുന്നത്. ഇവൻ ഈ പെട്ടെന്ന് നടപടി എടുത്തല്ലോ, എന്തിന്റെ അതിന് കോൺഗ്രസിന്റെ പ്രവർത്തകരോട് അവനിക്ക് പറയേണ്ട ബാധ്യത ഉണ്ട്. അല്ലെങ്കിൽ അവിടെ കുത്തിപ്പിടിച്ച് പറയിപ്പിക്കും, അല്ലെങ്കിൽ രാഹുലിന്റെ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് പറയണം കേട്ടാ. അത്ര മാത്രം അവർ സ്റ്റേറ്റ് കോമയിലുള്ളത്. ഞാൻ ഒരു വോയിസ് കേട്ടിട്ടുണ്ട്, മനസ്സിലായ? ഒരു വളർന്നു വരുന്ന യുവാവിനെ വേദനിപ്പിക്കുന്നില്ല. ഇവര് വലിയ സ്ത്രീകളെ വേദനിപ്പിക്കുന്ന ഒരു പരിപാടി കോൺഗ്രസ് കുട്ടി നിൽക്കത്തില്ല എന്ന് പറയാ. എന്താണോ ഇവനിക്ക് അമ്മയില്ലേ? ആർക്കമ്മയില്ലേ? രാഹുൽ അമ്മയില്ലേ? എന്താ ഒരു വായുന്നുണ്ടായതാ? അതെയോ? അവിടെ അപ്പൊ രാഹുലിന്റെ വോയിസ് ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് പുറത്ത് പോയാൽ കണ്ടാലും ഉണ്ട്. അവന്റെ അവസ്ഥ ഇപ്പൊ പറയാണ്ടിരിക്കലാണല്ലേ. എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കൈകറ്റി മറുപടി പറയേണ്ടി വരും. കള്ള പരാതി, തെമ്മാടിത്തരം പറഞ്ഞ തെമ്മാടിത്തരം. ഒരു പണിനും പരാതിയില്ല. എവിടെ നിന്ന് നിങ്ങൾ അല്ലെങ്കിൽ പുറത്ത് വിടും, നിങ്ങൾ പുറത്ത് വിടണം. നിങ്ങൾ പാർട്ടി അവിടെ നിൽക്കട്ടെ. മാനുഷിക പരിഗണന വെച്ചിട്ടാണ് പറയുന്നത്. കിട്ടേണ്ട നീതി കൊടുത്തിട്ടുണ്ടോ രാഹുലിന്? അവൻ തെറ്റ് ചെയ്തെന്ന് പറയുന്ന ചോദിക്കാനും അത് പറയുന്ന അവകാശം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ വലിയ ജനാധിപത്യത്തിന്റെയും വലിയ മതേതരത്വത്തിന്റെയും തേങ്ങ ഉരുട്ടിയിട്ടങ്ങ് പറയുന്നുണ്ടല്ലോ ചില പ്രസംഗത്തിലൊക്കെ. കൊടുത്തിട്ടുണ്ടോ? ഞാൻ രാഹുൽ ഇന്ന് ലൈഫിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയാം, ഞാനിങ്ങനെ ടി വിയിലെ കുടിയും ഇങ്ങനെ ചർച്ചയിലും ഇങ്ങനെ സമര പോരാട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന അങ്ങനെ കണ്ട ബന്ധം അല്ലാതെ ഞാൻ ഇന്ന് വരെ ഒരു ഫോൺ കോൾ പോലും ഞാൻ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ നമ്പർ എനിക്കില്ല. ഞാനിത് പറയും നീ രാഹുലിന്റെ അങ്ങാന്ന്, നീ രാഹുലിനോട് കാശ് വാങ്ങിച്ചിട്ടാന്ന് എന്നൊക്കെ പറഞ്ഞ കൊണ്ടാ പറയുന്നത്. എനിക്കറിയില്ല, പക്ഷെ അറിയാം. ടി വിയിലെ കൂടി കണ്ടിട്ടും പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ ഒരുപാട് എന്താ പറയാ ആവേശം കൊണ്ടിട്ടുണ്ട്. മനസ്സിലായ? അതുകൊണ്ട് ആ വികാരം വെച്ച് പറയുന്ന കോൺഗ്രസ് പാർട്ടിന്റെ ഒരു പഞ്ചായത്ത് മെമ്പർ കാശ്മീരിന്റെ താഴ്വരയിൽ വിജയിച്ചു എന്ന് അറിഞ്ഞാൽ അതിന് സന്തോഷിക്കുന്ന ഒരു എന്താ പറയുക ഒരു പ്രവർത്തകരാ ഞാൻ. അതിന് അതിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യം നിങ്ങളാരും എനിക്ക് തരുവും വേണ്ട. എന്റെ ബോധ്യം എന്റെ മനസ്സിനകത്തുണ്ട്. ആ പുള്ളി പറഞ്ഞതുപോലെ എന്റെ കൃത്യമായ ബോധ്യം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതുപോലെ എനിക്കും എന്റെ ബോധ്യം ഉണ്ട്. മനസ്സിലാക്കിക്കോ കേട്ടോ. അതുകൊണ്ട് ഇതിനെ ഇപ്പൊ ക്രൈംബ്രാഞ്ച് തള്ളിയിട്ടുണ്ട്. പിന്നെ അതിന് സ്ത്രീകൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ വിടാൻ പോകുന്നില്ല. ഞാൻ ഇതിന്റെ പിറകിൽ നിൽക്കും. കാരണം അത്രമാത്രം രാഹുലിന്റെ കുടുംബത്തെ പോലും എന്താ പറയുക ചിന്തിക്കാതെ വായക്ക് തോന്നി കോതക്ക് പാട്ടാക്കി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കുറെ എണ്ണം. അത് രാഹുൽ ആയതുകൊണ്ട് മിണ്ടാണ്ട് നിൽക്കുന്നു. നമ്മളാ ചാരിക്കണേ തല പോയാലും വയ്ക്കില്ല. കൊണ്ടുപോണ സത്യം എന്ന് പറയും. ആരിക്കട കെറുപ്പാക്കി നിൽക്കും. ചോദിക്കും പച്ചക്ക് തന്നെ കൊണ്ടുപോവാ നിങ്ങൾ. രാഹുൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് ക്രൈം കിട്ടുന്ന ഒരു തെറ്റും അവൻ ചെയ്തിട്ടില്ല. അത് ഇന്നത്തെ വോയിസ് ഞാൻ കേട്ടിട്ടുണ്ട്. കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ, ബാക്കി അവൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു തെറ്റും അവൻ ചെയ്തില്ല. പക്ഷെ ഇതിന് ചില ആൾ ചോദിക്കുന്ന മറുപടി എന്തേ പറയാത്തത്? മറുപടി ഇപ്പൊ പുതിയ ഇതാ വേക്കേഷന് എന്തേ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാതെ ഞാൻ ചോദിക്കുന്നു. ഈ തെമ്മാടികൾ പറയുന്നത് പോലെ എല്ലാവരും അങ്ങനെയാണോ? ഒരു നാണവും മാനവും ഇല്ലാതെ കേരളത്തിലെ സ്ത്രീകളെ തന്നെ അപഹരിക്കുന്ന തരത്തിലല്ലേ ഇവറ്റകൾ പറഞ്ഞു പേർപ്പിച്ച് 18 വയസ്സ് മുതൽ 60 വയസ്സായവരെ രാഹുലിന്റെ പറകെ പോയി. രാഹുലിന് ആരാ അങ്ങനെ പോയിന്നത്? എന്റെ അത്ര ലൈംഗിക ദാര്യം പിടിച്ച സ്ത്രീകളാണോ കേരളത്തിലെ രാഹുലിന്റെ പറകെ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്? അതെയോ? എന്നിട്ടോ ഏതെങ്കിലും ഒരു സ്ത്രീനെ കൊണ്ട് ഞാനിങ്ങനെ ചെയ്തു എന്ന് പറയിപ്പിക്കാൻ കാശ് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾക്ക് പറ്റിയോ? നിങ്ങൾക്ക് പണ്ട് സൈതനെ കൊണ്ടുവന്ന 10 കോടിയായിരുന്നു. നിങ്ങളിപ്പോ എത്ര കോടി ഓഫർ ചെയ്യുന്ന, പക്ഷെ ആരും നിൽക്കത്തില്ല. കാരണം മനസ്സാക്ഷിയുള്ളവരാ, ബോധമുള്ളവരാ. മനസ്സിലായ? എന്നിട്ട് ആ കഥയും കേട്ടിട്ട് വലിയ പാർട്ടിനെ അങ്ങ് സംരക്ഷിക്കാൻ പാർട്ടിക്ക് കോട്ടമുണ്ടാകുമ്പോൾ ആരാ പറയുന്നത്? 2001
കോൺഗ്രസ് പാർട്ടിക്ക് 65 സീറ്റ് തനിച്ചുണ്ടായി. ഇപ്പം 24 വർഷം ഇവറ്റകൾ കൈകാര്യം ചെയ്തിട്ട് 18 ശതമാനത്തിലേക്ക് എത്തിച്ച ബമ്പന്മാരാണ് ഉറുപ്പില്ലാതെ പച്ചക്കളവ് മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നത്. ഈ രാഹുലിന്റെ ഈ വിഷയം പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും. ഇനി എന്താണോ ക്ഷീണിക്കാനുള്ളത് ഈ പാർട്ടി പറ. ആ കാലഘട്ടത്തിലെല്ലാം രാഹുൽ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്നാണോ? 2001 തൊട്ടിട്ട് 2025 നിൽക്കുമ്പോൾ എത്ര വർഷം രാഹുൽ ഉണ്ടായത്? അതും കൂടി പറ. നിങ്ങൾ ഈ ന്യായീകരിക്കുന്ന ഈ കുറെ ഉണ്ടല്ലോ, ചരിത്രം പഠിക്ക്, കോൺഗ്രസിന്റെ ഹിസ്റ്ററി പഠിക്കണം നിങ്ങൾ. എനിക്കിട്ട് കുഴയ്ക്കാൻ വേണ്ടി വരുന്നവരോടാ പറയുന്നത്, ഹിസ്റ്ററി പഠിക്ക് നിങ്ങൾ. ഈ ഇവര് ക്ലേതാവ് എന്നിട്ട് ഇവറ്റകൾ ഈ തുപ്പി നടക്കുക. ഇവറ്റകളെ കാര്യം നേടാൻ വേണ്ടിയിട്ട്, ഇവറ്റകൾക്ക് സ്ഥാനങ്ങൾ കിട്ടിയത് വീണ്ടും കയറ്റം കിട്ടാൻ വേണ്ടി ഇവറ്റകൾ ഒരു കഥയുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് വരുമ്പോ അതിന്റെ പുറകെ പോയിട്ട് ക്ലേതാവ് പറഞ്ഞില്ലേ എന്ന് പറയല്ല വേണ്ടത്. ഞാൻ അതാ നിങ്ങൾ അവനവന്റെ ബുദ്ധി ഉപയോഗിക്കുക, മനസ്സിലായ? എന്നിട്ട് നോക്കുക നിങ്ങൾ എന്താ ഈ പാർട്ടിക്ക് സംഭവിക്കുന്നത്. ഈ പാർട്ടി എവിടുത്തെ എപ്പം ഉണ്ടായി, അവിടെ നിന്ന് ഇങ്ങോട്ട് ആരൊക്കെ നയിച്ചു, ആരൊക്കെ ഈ സ്ഥാനത്തിരുന്നു, എന്തൊക്കെ ആരോപണങ്ങൾ ഈ പാർട്ടിക്ക് നേരെ കൊണ്ടുവന്നു, അതിനുശേഷം പാർട്ടിക്കുണ്ടായ കോട്ടങ്ങൾ എന്താ, ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കടാ. ഇവരെ ക്യാപ്സ്യൂളും പിഴുങ്ങിട്ട് ഇങ്ങേക്ക് വരല അന്തംകമ്മികൾ വരുമ്പോലെ ഞാനും താങ്കർച്ച തങ്ങൾ ഇനി എന്ത് താങ്കർച്ച, എനിക്ക് നിങ്ങൾ സർട്ടിഫിക്കറ്റും വേണ്ട, ഇനി ഞാൻ കോൺഗ്രസ്സുകാരനെല്ലാന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് വെച്ചോ, മനസ്സിലായി? പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ, ഞങ്ങളെ രാജ്യത്തിന് സത്യമേവാ ജയതേ, 1000 നിരപരാധികൾ, 1000 പിന്നെന്താ കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതിന്റെ പുറകിലാണ് ഞാനുള്ളത്, മനസ്സിലായ? ഞാൻ തുടക്കത്തിൽ ഇവൻ ഈ സൗദി സമയം 9:45 ഇവന്റെ വാർത്താ സമ്മേളനം ഷോ കഴിഞ്ഞ ഉടനെ തന്നെ 10 മണിക്ക് ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങിയത് എന്റെ ഇങ്ങോട്ടുള്ള പോരാട്ടം. പക്ഷെ ആ പോരാട്ടം ഒരുപാട് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. വിദ്യാസമ്പന്നരായ എഴുത്തുകാർ അത് ഏറ്റെടുത്തിട്ടുണ്ട്. കുറെ ഊളകളില്ല ഈ വിവരം കേടെങ്കിൽ ഈ ക്യാപ്സ്യൂളും വിഴുങ്ങി ചന്തങ്കമ്മികളെ പോലെ ഇങ്ങനെ തക്കി നടക്കുന്ന, എന്തെങ്കിലും വാങ്ങിച്ചിട്ട് നടക്കുന്ന, എന്താണെന്ന് അറിയാത്ത, ലോകം എന്താണെന്ന് അറിയാത്ത കുറെ എണ്ണം കുറച്ചിങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നുണ്ടാവും, മനസ്സിലായി? അതിന്റെ അപ്പുറത്തേക്ക് വിവരവും വിദ്യാഭ്യാസമുള്ള എന്താ പറയാ, ഇനി അതുമില്ലാത്ത വീട്ടമ്മമാർ പോലും ഈ ഒരു എന്താ പറയാ ഈ രാഹുലിന്റെ ഒപ്പം നിന്നിട്ടുണ്ട്. നിങ്ങൾ നോക്ക്, ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവത്തില്ല ഇതുപോലെ പീഡനം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതുപോലെ പിന്തുണ കിട്ടുന്ന രംഗം, മനസ്സിലായ? ഇനിയിപ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇവറ്റകൾ ഇപ്പൊ ഈ രാഹുലിനെ പുറത്താക്കിയെന്ന് വെക്കുക. രാഹുൽ ഇന്ന് ഈ MLA സ്ഥാനം രാജിവെച്ച് നാളെ സംഘപരിവാറിലേക്കോ CPM-ലേക്കോ അവൻ ചേരാ എന്ന് പറഞ്ഞു ഈ 2 പാർട്ടിക്കാരും ഒട്ടും മടിയില്ലാതെ അവരെ സ്വീകരിക്കും. കാരണം അത്തരം എഡ്യൂക്കേറ്റഡ് അവരെ നാടിനാവശ്യം, ജനങ്ങൾക്കറിയാം, അവര് സ്വീകരിക്കും, മനസ്സിലായോ? ഇവറ്റകൾക്ക് അത് മനസ്സിലായോ? ഇവറ്റകൾക്ക് അത് മനസ്സിലായിട്ടല്ലോ. എന്നിട്ട് അവര് സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യും, അവര് വിജയിപ്പിക്കുകയും ചെയ്യും, മനസ്സിലായ? എന്നിട്ടാ ഇത് വന്നിട്ട് പറയുന്നു. അത് മാത്രമല്ല, ഈ കുറെ എന്നെ പഠിപ്പിക്കാൻ, എന്നെ രാഷ്ട്രീയ ക്ലാസ് എടുക്കാനും വരുന്ന കുറെ ഓളികളോടെ ഞാൻ പറയുന്നത്. ഇന്നലെ ഞങ്ങള് ജയരാജൻ നടത്തിയ സ്റ്റേറ്റ്മെന്റ് കണ്ടോ നിങ്ങൾ? എന്താ പറഞ്ഞത്? അവർക്ക് പ്രശ്നമല്ല, കോൺഗ്രസിനകത്തുള്ള യുവതികളെയാണ് ഇവർ പീഡിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ വെളിയിലേക്ക് ഇടുക. എന്നിട്ട് പറയാ ഇത് ഞങ്ങളല്ല ഈ ആരോപണങ്ങൾ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയല്ലേ ഇത് പറഞ്ഞത്, ഞങ്ങളാണോ ഇത് കൊണ്ടുവന്നത്? അവര് ചോദിക്കുക. അതൊക്കെ റഫീഖ് വലിയമ്പ്ര പറഞ്ഞിട്ട? ആരാ പറഞ്ഞതോ ഇത്? CPM-ന്റെ നേതാക്കന്മാർ. അവർ കൃത്യമായിട്ട് ഞങ്ങളല്ല കൊണ്ടുവന്നത്. പക്ഷെ അവര് പുറത്തു വിടുമ്പോൾ പിന്നെ പ്രതിപക്ഷം എന്ന നിലക്ക് അല്ല, അവർക്ക് ഒരു ഭരണപക്ഷം എന്ന നിലക്ക് തുടർ ഭരണം ഉണ്ടാക്കാൻ വേണ്ടി അവരത് ഹാൻഡിൽ ചെയ്യൂ. അത് അവരെ മെടുക്ക് അല്ലേ? പിന്നെ ചോദിച്ച ചോദ്യം എന്താ, അങ്ങനെ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധമുണ്ടെങ്കിൽ എന്തിന് പാർട്ടിന്ന് പുറത്താക്കിയ അടുത്ത ചോദ്യം വരുന്നു. മറുപടി ഉണ്ടോ ഇവർക്ക്? ഇപ്പം പാർട്ടിന്ന് പുറത്താക്കിയല്ലോ, ഇതിപ്പോ നാളെ ക്രൈംബ്രാഞ്ച് ഈ കേസൊക്കെ വിഡ്രോ ചെയ്ത് അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചാൽ കൃത്യമായിട്ട് പറയേണ്ടി വരും. കൃത്യമായിട്ട് പാർട്ടി പ്രവർത്തകരോട് മറുപടി പറയണം. ഇല്ലെങ്കിൽ വലിയൊരു ക്യാമ്പയിൻ നടത്തും, പറയിപ്പിക്കും നിങ്ങളെ കൊണ്ട്. എന്നിട്ട് കുറെ താപ്പാമാർ വന്നിട്ട് ക്ലാസ് എടുക്കാം, മുതിർന്ന നേതാക്കന്മാർ ഞങ്ങൾ കൂടിയാലോചിച്ച്. നിങ്ങളിപ്പോ ലോകത്തിന്റെ സാമ്പത്തികത്തെ പറ്റിയല്ലേ നിങ്ങൾ കൂടിയാലോചിച്ചേ അല്ലേ? അത് കൂടിയാലോചിച്ച് രാജ്യത്തിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ചർച്ചയായിരിക്കും നടത്തിയിട്ടുണ്ടാവുക, കേട്ടറിയായിരിക്കും. പിന്നെ എന്നെ കുറെ ഒരു കമന്റോട് എഴുതിയതാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാർ കൂട്ടായി എടുത്ത തീരുമാനത്തെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയുന്നത് നീ എന്ത് കോൺഗ്രസ്സുകാരനാണ്? അപ്പൊ ഞാൻ ചോദിച്ച പുള്ളിയോട് ചോദിച്ച്,
രാജ്യത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് വല്ല ചർച്ചയും കോൺഗ്രസ് നേതാക്കന്മാർ എടുത്തോ? എന്നിട്ട് അതിനെ ഞാൻ വിമർശിച്ചോ? അല്ലെങ്കിൽ സ്റ്റേറ്റ് ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്ക് എങ്ങനെ സമരം ചെയ്യണം എന്ന് പറഞ്ഞൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ആ സമരത്തെ തള്ളി ഞാൻ പറഞ്ഞോ? അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ വോട്ടിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയെ അഭിനന്ദിക്കുന്നതിന് പകരം ഈ മുതിർന്ന നേതാക്കന്മാർ കമ്മിറ്റി കൂടിയിട്ടെടുത്ത തീരുമാനത്തെ ഞാൻ എതിർത്താണോ? പരാതി ഇല്ല. പിന്നെ എന്താ ഞാൻ എതിർത്തത്? കല്ലി വെച്ചെന്നാണ കൂട്ടത്തിൽ നിൽക്കുന്ന ഉയർന്നു വരുന്ന ഒരു നേതാവിനെ അടിച്ച് താക്കാൻ വേണ്ടി ഇവറ്റകള് പച്ചക്കളവ് പടച്ചു വിട്ടപ്പോ അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർക്കെതിരെ കൃത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നാളകളിലും പറയും. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയില്ലാതെ അവേർന്ന് കൊടുക്കുന്ന ക്യാപ്സ്യൂളും വിഴുങ്ങി വന്നിട്ട് ഇങ്ങോട്ട് എനിക്ക് രാഷ്ട്രീയ ക്ലാസ് എടുക്കാൻ വന്ന മോനെ, എന്റെ നിരച്ച് മോനെ, മനസ്സിലായ? ആ കാലം തൊട്ട് ഞാൻ KSUവിലേക്ക്, യൂത്ത് കോൺഗ്രസിലേക്ക്, കോൺഗ്രസിലേക്ക് കൂടി ഒന്ന് നിരച്ച് ഇന്ന് വരെ 10 വയസ്സിന്റെ ഒരു വെള്ളം പാർട്ടിക്കകത്ത് ഞാൻ കുടിച്ച ബന്ധം എനിക്കുണ്ടായിട്ടില്ല. അത്രക്കാലം അത് മനസ്സിലാക്കിക്കോ കേട്ടാ. അതുകൊണ്ട് ഇങ്ങോട്ട് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി വരണ്ട. അപ്പൊ അതുകൊണ്ട് ഒരു ഘട്ടത്തിലും ഞാൻ കോൺഗ്രസിന്റെ ഐഡിയോളജി തള്ളി പറഞ്ഞിട്ടില്ല, കോൺഗ്രസിന്റെ നിലപാടിനെ തള്ളി പറഞ്ഞിട്ടില്ല. പക്ഷെ നേതാക്കന്മാരെ, കാരണം എന്താ, അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരുപാടുണ്ട്. ഒരു ജീവിതത്തിന്റെ 3/4 ഭാഗവും ഈ പാർട്ടിയിൽ നിന്നും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കി അവസാന മാർഗത്തിലൂടെ അടുക്കുമ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ ഘട്ടം വന്ന നിങ്ങളൊന്ന് മാറി നിൽക്കുക, അടുത്ത ഒരു പുതുമ തലമുറക്ക് ഒരു സീറ്റ് കൊടുക്കുന്നു പറഞ്ഞാൽ ഹൈ, ഞാൻ മാറത്തില്ല, ഞാൻ സംഭാവന ചെയ്തിട്ടുണ്ട്, ഞാൻ വലിയ കുണാണ്ടനായിരുന്നു, ഞാൻ ഉണ്ടായതുകൊണ്ട് ഈ പാർട്ടിയുടെ നിലനിന്ന് ഞാനാണ് ഈ ഉത്തരം താങ്ങിയ എന്നൊക്കെ പറഞ്ഞ് വിടുവായിട്ടം പറഞ്ഞ് അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുമ്പോൾ പക്ഷെ പാർട്ടി പുറത്താക്കും, അല്ലെങ്കിൽ പാർട്ടി അങ്ങോട്ട് സസ്പെൻഡ് ചെയ്യും. അന്നേരം ഉടനെ മറുകണ്ഠം ചാടിപ്പോയി BJPയിലേക്ക്. പിന്നെ ഇത്രയും വർഷങ്ങൾ 10-75 വർഷക്കാലം പോറ്റി വളർത്തിയ പാർട്ടിയെ പച്ച പുലിയാട്ടപ്പുറം നിന്ന് പറയാ ഇല്ലേ? അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ? അത്തരം നേതാക്കന്മാരുടെ പിറകിൽ എന്തിനു നമ്മൾ പോകണം? നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കോൺഗ്രസിലാണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നിലപാടിൽ നിൽക്കുക, മനസ്സിലായ? കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ നിൽക്കുക, കോൺഗ്രസിന്റെ ഹിസ്റ്ററി പഠിക്കുക, ചരിത്രങ്ങൾ പഠിക്കുക, മനസ്സിലായ? നേതാക്കന്മാരൊക്കെ മാറി വരും, അത് മനസ്സിലാക്കിക്കോ. പക്ഷെ അടിത്തട്ടിലുള്ള പ്രവർത്തകർക്ക് ആ വികാരത്തോടൊപ്പം നിൽക്കാനേ കഴിയൂ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ ഈ പ്രസ്ഥാനത്തിനെ കൊന്നു തിന്നാൻ വ്യക്തി നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, കിട്ടിയിട്ടും അതിതീരാത്ത ആർത്തി പണ്ടാരങ്ങൾ, മനസ്സിലായ? ആരെ കുത്തിയാലും ചോര കാണണം എന്നുള്ള ചിന്താഗതിയുമായി മുന്നോട്ട് പോകുന്ന കുതിർന്ന ഇങ്ങനെ പറയുന്ന ആൾക്കാരുടെ ഈ ചട്ടത്വം പിടിച്ച നിലപാടിന്റെ ഒപ്പം നിൽക്കാൻ ഞാൻ ആവർത്തിച്ച് പറയുന്നു. സെപ്റ്റിക് ടാങ്ക് ഭക്ഷിക്കുന്നവരല്ല, ശരിക്ക് രാവിലെ തൊട്ട് 50 ഡിഗ്രി ചൂടും 50 ഡിഗ്രി തണുപ്പും സഹിച്ച് അധ്വാനിച്ചുണ്ടാക്കുന്ന അരിഭക്ഷണം കഴിക്കുന്ന ഞാനാ. അതുകൊണ്ട് എനിക്ക് അങ്ങനെയേ പറയാൻ കഴിയൂ കേട്ടാ. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു, നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. നിന്റെ ഒന്നും സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് കോൺഗ്രസ്സുകാരനായതുമല്ല ഞാൻ കേട്ടാ. എന്റെ ബോധ്യവും എന്റെ ശരിയുടെ കൂടെ ഞാൻ പിന്നെ സഞ്ചരിക്കും. ഓക്കെ. അത്തരം അടിമത്തം പേരിയ കോൺഗ്രസ്സുകാരനും അല്ല. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ബാക്കി പോട്ടെ, കമന്റ് ഞാൻ പറഞ്ഞു തരാം ബാക്കി. ഒരു കണ്ണട ഇട്ടിട്ട് ഒന്ന് പോടാൻ. നിന്റെ കുടുംബത്തിലല്ല ബ്രോ ഞാൻ വന്നത്, അബ്ദുൾ റസാഖേ, നിന്റെ കുടുംബത്തിലല്ലോ ഞാൻ വന്നത്. നീ എന്റെ അപ്പി നക്കാൻ നിന്നിട്ട് ഇവിടെ ഒന്ന് ചിലക്കുക. നിനക്ക് ഉളുപ്പും നാണമുണ്ടെങ്കിൽ ഇറങ്ങിപ്പോടാ. ഇത് തന്നെയാണ് നിന്റെയൊക്കെ എന്താ പറയാ, ഈ ബുദ്ധിയില്ല എന്ന് ഞാൻ പറയുന്നത്. എന്റെ വായിരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയല്ലേ അവിടെ വന്നിട്ട് എന്റെ സ്പേസിൽ വന്നിട്ട് എന്നോട് പോടാന്ന് പറയുന്നു. ഇതിപ്പോ നിന്റെ വീട്ടിൽ പോയി നിന്റെ തന്തനോടും പറഞ്ഞേക്കൂല, നീ ഇറങ്ങിപ്പോടാ, നിന്റെ തന്ത ഉണ്ടാക്കിയ വീടാണെന്ന് നീ ചിന്തിക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് മോനെ ഇറങ്ങിപ്പോട് നീ കേട്ടാ, വെറുതെ പറയിപ്പിക്കണ്ടേ. വന്നിട്ട് വലിയ കമന്റ് കിട്ടിയ അതിന് നീയല്ലല്ലോ കോൺഗ്രസ്സുകാര്, ഞാൻ കോൺഗ്രസ്സുകാരാന്ന് പറഞ്ഞ. പോയി പണി നോക്കണ നീ നിന്റെ പണി എടുത്തോ, നീ എന്റെ കയറി വരണ്ട കേട്ടാ.
ലാൽ സലാം സഖാവേ, അരെ മുസ്തഫ ഭായ്, ലാൽ സലാം. ഞാൻ ഇവിടെ തന്നെ കാണും. കുറച്ച് കമന്റുകൾ കണ്ട് വരട്ടെ, അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയാണ്. വേറെ കമന്റുകൾ ഞാൻ സ്ക്രീൻഷോട്ട് ഐഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടി ഞാൻ നാളെയോ മറ്റന്നാൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് വരാം കേട്ടാ. കൃഷ്ണ അത്തരം ഒരു ചിന്താഗതിക്കാരനൊന്നുമല്ലയാണ്. കോൺഗ്രസിന് ജീവിതത്തിൽ ഒരിക്കലും വരത്തില്ല എന്ന് പറയാനും അങ്ങനെ ആഗ്രഹിക്കാനുള്ള റൈറ്റും അവകാശമൊക്കെ കൃഷ്ണൻ ബായിക്കുണ്ട്. ഞാൻ ആ തർക്കം പറയുന്നില്ല. പക്ഷെ ചരിത്രവും ഹിസ്റ്ററിയും നമ്മൾ എടുത്ത് പരിശോധിച്ചത് അങ്ങനെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഒരു ഘട്ടത്തിൽ മധ്യപ്രദേശിൽ 15 വർഷക്കാലം ഞങ്ങൾ ഭരണത്തിലില്ലായിരുന്നു. അപ്പോഴും പറഞ്ഞത് കോൺഗ്രസിന് തിരിച്ചു വരത്തില്ല. ഞങ്ങൾ അവിടെ തിരിച്ചു വന്നിട്ടില്ലേ ഈ കഴിഞ്ഞ 5 വർഷം മുമ്പേ? ഹരിയാനയിൽ ഞങ്ങൾ എത്ര വർഷക്കാലം പുറത്തിരുന്നിട്ടുണ്ട്? പഞ്ചാബില് ഞങ്ങൾ എത്ര വർഷങ്ങൾക്ക് തിരിച്ചു വന്നത്? അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് തിരിച്ചു വരൂല എന്നുള്ള ചിന്താഗതിയും പിന്നെ നമ്മളെ കൃഷ്ണൻ ഭായി അല്ലേ പറഞ്ഞ് അവർക്ക് വേണ്ട. ഇത് എന്ന് വെച്ചാൽ അത് അങ്ങനെയുള്ള ഒരു കോൺഗ്രസ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ വികാര, മനസ്സിലായ? അതിന്റെ ഹിസ്റ്ററി ഒരുപാട് ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അത് അത്ര പെട്ടെന്നൊന്നും ആയിരിക്കും അങ്ങോട്ട് മാറ്റാൻ കഴിയത്തൊന്നുമില്ല. പിന്നെ ഇന്ത്യ ബെൽറ്റ് മേഖലയിൽ ഇപ്പം എന്തെങ്ങനെ BJP വരുന്നത് എങ്ങനെയാന്നുള്ള കാര്യം ഇപ്പം രാഹുൽ ഗാന്ധി നടത്തിയ ആ പിന്നെ വോട്ട് യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാലോ. അപ്പൊ അത്തരം കൃത്രിമത്തിലെ കൂടി വരുന്ന ഗവൺമെന്റുകളെ മുൻനിർത്തിക്കൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസ് വരത്തില്ല എന്ന് പറയുന്നത്. പക്ഷെ ജനാധിപത്യത്തിലെ കൂടിയാണ് ഒരു ഇലക്ഷനെ ജനങ്ങൾക്കൊട്ടും ഭയപ്പാടില്ലാതെ പണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് ഉണ്ടെന്ന് ആ കാലത്ത് സുതാര്യമായിട്ട് വോട്ട് ചെയ്യുന്നത് പോലെ വോട്ട് ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, രാജ്യത്തിന്റെ 29 സ്റ്റേറ്റിനകത്തും കോൺഗ്രസ് തന്നെ വരും. അതിന് തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ, ഞാന് ഇപ്പൊ ഇതിനകത്ത് ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഹമീദ് ചൊപ്പനങ്ങാടി എന്ന് പറഞ്ഞിട്ട് ഒരു ചൊപ്പനങ്ങാടിക്കാരൻ വരുത്തുണ്ട്. അപ്പൊ ഇന്ന് കാണുന്നില്ല. ഓൻ്റെ ഞാൻ 2 കമന്റ് ഐഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൻ എനിക്ക് രാഷ്ട്രീയ ക്ലാസ് എടുക്കാനും പിന്നെ കുറെ എന്തൊക്കെയോ ബാഡ് വാക്കെല്ലാം പിടിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനപ്പുറത്തേക്ക് ഞാൻ മുഖം വെച്ചിട്ടാ പറയാ. ഞാൻ പറഞ്ഞു ഞാൻ ഭീരുവായിട്ട് മാറി നിൽക്കുകയല്ല ചെയ്യുക. ഞാൻ പറഞ്ഞു ഇതിനൊക്കെ ഫേസ് ചെയ്യാനുള്ള തൻ്റെയോ ആമ്പയറോ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ മുഖം വെച്ചിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ചൊപ്പനങ്ങാടി കുറെ കാലം ഈ എന്താ പറയുക പേരും അതുപോലെ തന്നെ ആ നാടിന്റെ പേരും ചൊപ്പനങ്ങാടി എനിക്കറിയില്ല. അപ്പൊ ആ ചെങ്ങായി വരും കേട്ടാ. ഞാൻ ആ ചെങ്ങായിനോട് പറയും എനിക്ക് രാഷ്ട്രീയമായിട്ട് നേരിട്ടിട്ട് സംവാദത്തിലാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാ. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോയ വഴിയിലെ കൂടി എനിക്ക് നടക്കാൻ പോയിട്ട് സഞ്ചരിക്കാൻ കഴിയാം. ഇനി ഞാൻ പറഞ്ഞു ഓൻ പറയുന്ന നേതാക്കന്മാർ എൻ്റെ അടുത്ത് വിട്. ഞാൻ ചോദിക്കട്ടെ, ഓരോരോ സ്റ്റേറ്റിനകത്തും കോൺഗ്രസിന് എത്ര മണ്ഡലം ഉണ്ടെന്ന് അറിയോ? ഇനി കേരളത്തിൽ തന്നെ നേതാക്കന്മാരോട് ചോദിച്ചു നോക്കിയാൽ കേരളത്തിനകത്ത് കോൺഗ്രസ് പാർട്ടിക്ക് എത്ര മണ്ഡലങ്ങളും എത്ര ബൂത്ത് കമ്മിറ്റി ഉണ്ടെന്ന് നിങ്ങൾ വലിയ പറയുന്ന ക്ലേതാക്കന്മാരുടെ ഒന്ന് ചോദിച്ചു നോക്കിയാ. ഒന്നുമില്ലെങ്കിൽ ആ പാർട്ടി അവർക്ക് ചോറ് കൊടുക്കുന്നതല്ലേ, ആ പാർട്ടിനെ കൊണ്ട് ജീവിക്കുന്നില്ല. അപ്പൊ ആ പാർട്ടിന്റെ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വെക്കണ്ടേ? ഇനി പോട്ട് ഈ ക്ലേക്ക നേതാക്കന്മാർ 14 ജില്ലാ കമ്മിറ്റി ഉണ്ട്. അതിലെ 14 ജില്ലാ കമ്മിറ്റിന്റെ പ്രസിഡന്റുമാരുടെ പേര് എത്രയോ എന്ന് ചോദിച്ചു നോക്കിയ. ഒന്ന് ചോദിച്ചു നോക്ക് നിങ്ങൾ പറപ്പ. അപ്പൊ ഇതൊന്നും നമ്മളെ കൊണ്ട് പറയിക്കരുത് കേട്ടാ. പിന്നെ കുറെ അവരോട് ഞാനത് വേണ്ട വെച്ചിട്ട് വിടുന്നതാ. ഈ ബാഡ് കമന്റ് ഒക്കെ ഇടുമ്പോ എനിക്ക് അങ്ങോട്ട് തിരിച്ച് പറയാൻ അറിഞ്ഞൂടാ. ഇവന്റെ ഒക്കെ ചത്തുപോയ 3 തലമുറനെ എടുത്ത് പുറത്തിടാനുള്ളത് എനിക്കറിയാം. അതിനേക്കാൾ അപ്പുറം എഴുതാനും എനിക്കറിയാം. പക്ഷെ അത് കുറെ ഞാൻ ആത്മസമീനം പാലിക്കുന്നയാ, മനസ്സിലാ. ഞാൻ എന്റെ സ്പേസിൽ എന്റെ ഇതിൽ വന്നിട്ടാ പറയുന്നത്. അതിന് രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ തരത്തിൽ ഗണിച്ചോട്ടെ, എനിക്ക് തർക്കമൊന്നുമില്ല. അതൊരു സംവാദമാക്കി മാറ്റാം. അല്ലാതെ ഇവന്റെ ഒക്കെ കുടുംബത്തിൽ വിളിക്കുന്ന ആ പേര് വന്നിട്ട് ഇവിടെ മാലോകരുടെ അതും ഞാൻ അവന്റെ അടുത്തല്ല പോകുന്നത് കേട്ടാ. എന്റെ മലം തിന്നാൻ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പം പറയുമല്ലോ ഇപ്പൊ പന്നികൾ ഇപ്പൊ കാഷ്ടിക്കുന്നിടത്ത് ഇപ്പൊ മഹാരാഷ്ട്രയിലും പോലെ ഈ റോഡ് സൈഡിലൊക്കെ കാഷ്ടിക്കുന്നതാണ്. നമ്മളൊക്കെ ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്പൊ ഈ ഒരുപാട് കാഷ്ടിക്കുമ്പോൾ അതിന്റെ പെട്ട് ബാക്കി തന്നെ പന്നിയുണ്ട്. അതിനെ അടിച്ചു വായിച്ചാലും പായത്തില്ല. അതിനാ കാഷ്ടം തിന്നോണ്ട് നിൽക്കണം, മനസ്സിലാ.
മറ്റ് ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒരു ഉളുപ്പുണ്ടെങ്കിൽ പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുമോ? ഞാനൊന്നും നിൽക്കത്തില്ല. നമ്മളിപ്പോൾ ഒരാൾക്ക് ഇഷ്ടമില്ല എന്ന് കണ്ടു കഴിഞ്ഞ് നമ്മളോട് ഓക്കെ മാസലാം പറഞ്ഞു നമ്മളങ്ങ് പോകും. നമ്മൾ ആ വഴിക്ക് പോകത്തില്ല. നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ ഇത് പിന്നെയും കയറി വരുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്നിട്ട് അവിടെ ഇത് പറയുകയും വേണം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോക്കെ ഇവന്റെ ഒക്കെ ബുദ്ധി എത്ര ഉണ്ട് എന്നുള്ള കാര്യം. അപ്പൊ അതാണ്. പക്ഷെ അങ്ങനെ 4 പേരേ ഉള്ളൂ. 4 പേര്, വെറും 4 പേര്. ഞാൻ 10 വർഷത്തിന് മേലെയായി ഈ കോൺഗ്രസിന് വേണ്ടിയിട്ട് ഓരോരോ ഘട്ടത്തിലും ശരിയുടെ പക്ഷം, അത് എന്റെ ബോധ്യം വെച്ചിട്ടേ ഞാൻ സംസാരിക്കാനുള്ളൂ. അപ്പൊ അതിനകത്ത് ഞാൻ ഇടതുപക്ഷത്തിന് ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. BJP സംഘപരിവാരം ഇതാക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നേരൊന്നും ഇതുപോലുള്ള കമന്റ് ഈ തെമ്മാടികൾ ഇടുന്ന പോലത്തെ കമന്റ് വരാൻ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കമന്റ് അങ്ങനെ ശ്രദ്ധിക്കില്ല. എങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർ എന്തെങ്കിലും മോശമായ കമന്റ് വരുമ്പോൾ അവർ സ്ക്രീൻഷോട്ടായിട്ട് എൻ്റെ എടുത്ത് അയച്ചു തരും. റഫീഖ് ഇങ്ങനെ ഒരു കമന്റ് വന്നിട്ടുണ്ട്, നമ്മൾ അതിനെന്തെങ്കിലും മറുപടി. ഞാൻ പറയും വേണ്ട, അവിടെ പോയിട്ട് നിങ്ങൾ ഒന്നും പറയണ്ട. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുതിയോനിക്ക് ആ വിവരം ഉണ്ടാകത്തില്ല. പിന്നെ നിങ്ങൾ അതിലെഴുതും, പിന്നെ അവർ തിരിച്ചെഴുതും, പിന്നെ അവിടെ എൻ്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ പിന്നെ നല്ല ആൾക്കാരൊക്കെ കാണുമ്പോൾ അതൊരു വിഷയമാണ്. അതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്തെന്ന് പറയാനാ ഞാൻ. മനസ്സിലായോ? പക്ഷെ എനിക്കങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ, ഇവർ കോൺഗ്രസ്സുകാരാവുമല്ലോ. അപ്പൊ ഇത് തന്നെ സംഭവം. ഇവിടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കുറച്ച് റീച്ച് എന്ന് പറയുമ്പോൾ ഞാൻ മറ്റേ ഇൻകമിങ്ങോ അല്ലെങ്കിൽ ഫണ്ടോ ഒന്നുമില്ലേ. ഞാനത് തുടങ്ങിയിട്ട് ഞാൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷെ ഇവറ്റകളെ വിചാരം അങ്ങനെയായിരിക്കാം. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുരക്കുന്നത്. അപ്പൊ ഇവിടെ പോലും സോഷ്യൽ മീഡിയ പോലും 10 പേരുടെ പിന്തുണ ഉണ്ടാകുമ്പോൾ ഈ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ഇവനൊക്കെയല്ലേ ആ പറയുന്ന നേതാക്കന്മാർ അണിയായിട്ട് വരുന്നത്. അപ്പൊ അതാണ് ഇന്ത്യയിലെ യഥാർത്ഥത്തിൽ ഇതാണ് വസ്തുത. അസൂയ എന്ന് പറയും ഇതിനകത്ത്. നമ്മളിപ്പോ ഒരു പാർട്ടിക്കാരൻ പാർട്ടിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ തെറ്റായ നയങ്ങളോ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യും. കാരണം എന്താ, ഇത് തിരുത്തൽ വേണം, എങ്കിലേ പാർട്ടി മുന്നോട്ട് പോവും, അല്ലേ? അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുക. പക്ഷെ ഇതല്ല. ഇനി ഇപ്പൊ ഇവൻ വന്നിട്ട് ഇവൻ എന്താ ഇങ്ങനെ, ഞാൻ ഈ പറയുന്ന ഇപ്പൊ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയെ ഭരിക്കാൻ അനുവദിക്കാതെ എന്താണ് പച്ചസേന പർക്കസേന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയിട്ട് നമ്മളൊക്കെ കണ്ടതല്ലേ. അന്നേരം ഈ പറയുന്ന ഈ വേട്ടാവളിയന്മാർക്ക് പോയിട്ട് അവനെ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നോ? അവന്റെ അണ്ടി വണ്ണുള്ളതുകൊണ്ടാ? അറിയാടോ, എനിക്ക് മനസ്സിലാകുന്നില്ല. അന്ന് അവിടെയും പോയി ക്ലാസ് എടുക്കണ്ടേനാ. ഇനി അവന്റെ വീഡിയോസ് ഞാനിപ്പോ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യും. എന്നെ കൂടെ ചെയ്യിക്കറ് കേട്ടാ. പിന്നിൽ നിന്ന് കുത്തിയൊക്കെ ചരിത്രമൊന്നും ഞാതാ നമ്മൾ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. നമ്മൾ ആരുമല്ല, നമ്മൾ സാധാരണ പാർട്ടിന്റെ ഒരു അനുഭാവി. പക്ഷെ ഇവരൊക്കെ ഈ പാർട്ടിന്റെ സ്ഥാനം കിട്ടിയിട്ടും MLA യോ MP യോ ആക്കിയിട്ടാണ് പിന്നെയും കുത്താൻ വേണ്ടി നോക്കുന്നത്. ആ പാർട്ടിന്റെ ചെലവുമ്പോൾ ആ പാർട്ടിക്ക് കൊണ്ട് കുട്ടി കിട്ടുന്ന ശമ്പളവും വാങ്ങിച്ച് അതുകൊണ്ട് ഭക്ഷണവും കഴിച്ച് എന്നിട്ട് അതേ പാർട്ടിക്ക് തിരിഞ്ഞു കുത്തുക. മനസ്സിലാകുക? പാല് കൊടുത്ത കൈക്ക് തിരിഞ്ഞു കുത്തുക എന്നൊക്കെ ഒരു പഴമൊഴിയാണ്. പണ്ട് പഴമക്കാർ എന്നതുപോലെ ഇവർ ചെയ്യുന്നത്. പക്ഷെ റഫീഖിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഞങ്ങൾ പാർട്ടിന്റെ ആരുമല്ല, പാർട്ടിയിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ എന്തെങ്കിലും ഔദ്യോഗിക സ്ഥാനത്തേക്കില്ല, അല്ലെങ്കിൽ നാളുകളിൽ നമുക്ക് എന്തെങ്കിലും സ്ഥാനം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇതൊന്നുമില്ല. നമ്മളാകെ കോൺഗ്രസ് നിലനിൽക്കണം, കോൺഗ്രസിന്റെ ഐഡിയോളജി നിൽക്കണം, മാറുന്ന കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ് വാദിക്കുന്നവരാ നമ്മൾ. എങ്ങനെയാന്ന് വന്നിട്ട് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വരിയായിട്ട് ഇങ്ങ് വരുന്നത് ജാതിയായിട്ട് കേട്ടാ. അപ്പൊ അതെല്ലാം ചിന്തിക്കണം. ഇവിടെ ഭയങ്കര ചൂടാ, വെള്ളം കുടിക്കട്ടെ. കുറെ നേരമായില്ലേ വർത്താനം പറയുന്നു. നിർത്തണം എന്നൊക്കെ പറഞ്ഞു, ഞാൻ നിർത്തിക്കളയാം ഇതാ. ഓക്കെ. പക്ഷെ കാരണം ഞാൻ അത്ര ഹൃദയവികാരം കൊണ്ട് പറയുന്ന, കാരണം പാർട്ടിനെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് ആ പാർട്ടിന്റെ ചോറും തിന്നിട്ട് പാർട്ടിയിൽ നിന്ന് ഒരു നേട്ടമില്ലാതെ ഇവരെയൊക്കെ വിജയിപ്പിച്ച് ഓരോരോ സ്ഥാനം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവരൊക്കെ അറിയപ്പെടുന്ന നേതാവാക്കിയ ആ പാർട്ടി പ്രവർത്തകർ കൂട്ടത്തിലുള്ള ഒരുത്തിന്റെ കുതികാലി വെട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു തെളിവില്ലാതെ എതിരാളികൾ കൊണ്ടുവന്ന ആരോപണത്തിന്റെ പിറകെ പോയിട്ട് അതിനെ ശരിവെക്കുന്ന വിധത്തിൽ നടപടി സ്വീകരിക്കുമ്പോൾ അതിനെ വികാരമുള്ള പിന്നെ പ്രവർത്തകർ അതിന്റെ വികാരം അവർക്ക് കിട്ടുന്ന സ്പൈസിൽ അവരത് അടയാളപ്പെടുത്തുമ്പോൾ അതിനെ ഗുണ്ടകൾ, അതിനെ മറ്റകൾ, അത് ഞങ്ങളങ്ങ് ആക്കിക്കളയും, ഞങ്ങൾ ഇങ്ങ് ആക്കിക്കളയും. ഇവരിപ്പോൾ എല്ലാവരും റേഷൻ കാർഡ് വെട്ടാൻ പോക്കല്ലേ, അല്ലേ? പേടിച്ചു പോയി എല്ലാവരും. സോഷ്യൽ മീഡിയയിലെ ചോറ് തരുന്ന എല്ലാവർക്കും കൂടെ പോയിടെ. ഇനിയും കാലം മാറിയിട്ട് ഇവറ്റകൾ മാറിയിട്ടില്ലല്ലോ. നൂറ്റാണ്ട് എത്ര, 21ാം നൂറ്റാണ്ടിലെത്തി ലോകം. എന്നിട്ടും 6ാം നൂറ്റാണ്ടിന്റെ ചിന്ത തന്നെ. എന്ത് ചെയ്യാനാ? പിന്നെ വൈകില്ല. ഇവറ്റകളെല്ലാം മക്കളെല്ലാം കഷ്ടപ്പെട്ടിട്ടാണ് ഇവരെയൊക്കെ വിജയിപ്പിക്കുന്നത്. ഇവറ്റകളെ മക്കളൊക്കെ
ഇലക്ഷൻ ആകുമ്പോൾ ഏതെങ്കിലും വിദേശ അപ്പ ജയിക്കുവാ അപ്പ ഇവനെ അങ്ങനെ AC-യിലായിരുന്നിട്ടുണ്ടാകുക ഈടാ ഇവനിക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന്റെ പ്രവർത്തകരെ അവഹേളിക്കുന്ന ഈ നേതാവിനെ വിജയിപ്പിച്ചിട്ട് ഈ കണ്ടീഷനിലാക്കുന്ന ഈ പാവങ്ങളാ മനസ്സിലാ. പിന്നെ അതും മാത്രമല്ല, ഇവറ്റകൾക്ക് വേണ്ടി വാദിച്ചിട്ടും വാക്ക് തർക്കത്തിന്റെയും പേരിൽ എത്ര കുടുംബങ്ങൾ അനാഥമായിട്ടുണ്ട്, എത്ര പട്ടിണിയായിട്ടുണ്ട്, എത്ര കുഞ്ഞുങ്ങൾക്ക് അച്ഛനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര അമ്മമാർക്ക് മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ഈ പാർട്ടിക്ക് ഇവർക്കൊക്കെ വേണ്ടി സിന്ദാബാദ് വിളിച്ചേരുമില്ല. അവർക്ക് വേറെന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടാ? ഇന്ന് ഇവറ്റകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു? ഇവറ്റകളെ വീട്ടിലൊരു കൂട്ടക്കരച്ചിൽ ഉണ്ടായിട്ടുണ്ടാ? ഇല്ലാലോ. അത് ഓർക്കണ്ടേ, അത് ചിന്തിക്കണ്ടേ? ഇവറ്റകൾ ഇങ്ങനെ മറ്റുള്ളവരെ ആക്ഷേപിക്കുമ്പോ പറയാ. ഇനി കുറെ രക്തസാക്ഷികൾ ഇരുമ്പിട്ട് വിജയിച്ചു വന്നവരുണ്ട്. അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞ് പറയിപ്പിക്കരുത്. ഇവന്റെ ഒക്കെ വർത്താനം കേട്ടാവിയായിക്കും നമ്മൾ ഇതുകൊണ്ട് അങ്ങ് കഞ്ഞി പിടിക്കുന്നതാണ്. ഞാനാ ഇത് പറയാൻ പറയാൻ അതിനെനിക്ക് എൻ്റെ രാജ്യം തരുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടടാ കവിതകളെ. നിങ്ങൾക്കത് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ എനിക്കത് പറയാനുള്ള അവകാശമില്ലേ? എന്താ നിങ്ങൾക്ക് മാത്രം ഇതൊക്കെ അവകാശം കാര്യങ്ങൾ രാജ്യം നിങ്ങളെ പേര് വിളിച്ചിട്ട് തന്നതാ? ഭരണഘടനയിൽ എഴുതി വെച്ചാൽ ഇന്നാളി ചൊപ്പനങ്ങാടി മാത്രമേ പറയാവൂ, മറ്റാരും പറയാൻ പാടില്ല. അങ്ങനെയാ എഴുതി വെച്ചിട്ടുണ്ടാ? കൊടുത്താൽ കൊല്ലത്തും കിട്ടും. എന്റെ ലക്ഷ്യം എന്താണെന്നറിയാം, ഇങ്ങോട്ട് കിട്ടിയ പലിശ അടക്കം അങ്ങോട്ട് തരും കേട്ടാ. അത്രയേ ഉള്ളൂ. വ്യക്തിയിലേക്ക് കടന്നു കയറിയാൽ അല്ലാതെ ഇതിലൊന്നും ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ നിൽക്കത്തില്ല. കാരണം നിരപരാധിയാണ്. ഇതിനെ കൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ലേ? ഇതിന്റെ ഒരു ഡിക്ലെയർ വരുമല്ലോ, അതിനുശേഷം കാണാൻ പോകുന്ന പൂരം നിങ്ങൾ കണ്ടോ? കാരണം ആ അമ്മ വേദനിച്ചിട്ടുണ്ട്. രാഹുലിന്റെ അമ്മ കഴിഞ്ഞ 20 ദിവസമായി ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ, അത് പ്രത്യേകിച്ച് രാഹുലും ഭക്ഷണം കഴിക്കാതെ ഗുളിക കുടിച്ചിട്ട് ഉറങ്ങേണ്ട ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിച്ചത് എന്താണെന്നറിയോ? ഇവറ്റകളാ. എതിരാളികൾ പറഞ്ഞോട്ടെ, അത് നമുക്കറിയാം, മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ കൂടെ നിൽക്കും എന്ന് വിചാരിച്ചവരൊക്കെ കുതികാല് വെട്ടിയിട്ട് എതിരാളികളുടെ കൂടെ ഒപ്പം നിന്നിട്ട് ഇങ്ങനെ വേട്ടയാടുമ്പം അവൻ പറയുന്നത് ഞാനായിട്ടാണ് ഇത്രയെങ്കിലും ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചേനെന്നാ പറഞ്ഞത്. അത്രയും എന്താ പറയുക, കോമ സ്റ്റൈലില് ഈ സ്റ്റേജിലാണ് ഉള്ളത് പുള്ളിക്കാരൻ. സത്യത്തിൽ ആ വോയിസ് കേട്ടപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 2-3 വനിതാ മണികളെല്ലാം വരിയായി വന്ന് പറഞ്ഞതിനും ഇപ്പം പരാതിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ വരുമോ നോക്കട്ടെ. ഞാൻ അതിന് മാപ്പ് പറയാനെങ്കിലും വരണമല്ലോ. എന്താണ് പാർട്ടി എന്ത് തോന്നിയാസം പാവങ്ങളുടെ പേരിലേക്ക് അടിച്ചേൽപ്പിക്കുക? അത് തോന്നിയാസം വിളിച്ചു പറയാന്ന. ഇത് വെള്ളരിക്കപ്പെട്ടണമല്ല, ശക്തമായ നിയമ സംവിധാനമുള്ള രാജ്യമാണ്. മനസ്സിലാക്കിക്കോ. എത്ര കിട്ടിയിട്ട് പിന്നെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് സ്വന്തം കൂട്ടത്തിലുള്ള വിഷം കലക്കി കൊടുക്കും ഇവറ്റാണ് കേട്ടോ. അപ്പൊ വിശ്വസിക്കാൻ കഴിയില്ല. അത്രക്കിതാ. മറ്റെത്ര പാർട്ടി രാജ്യത്തുണ്ടപ്പ അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ആ പാർട്ടിയുടെ സെറ്റപ്പും അവരെ കെട്ടുറപ്പും. കാരണം എന്താ അറിയോ, എന്ത് പ്രശ്നം വന്ന് ആകാശം ഇടിഞ്ഞ് ഭൂമിയിലേക്ക് വീണാലും അവരതിനെ മുകളിലെ കൂടി നടന്നു പോയിട്ട് അവരെ സംരക്ഷിക്കും. അത് അവരെ. ഇതങ്ങനെയല്ല. ഇത് എവിടുന്നെങ്കിലും ഒന്നും ഒരുത്തന്റെ പേര് കേട്ടാ മതി, പിന്നെ പെണ്ണ് ബാക്കിയുള്ള നമ്മളെ കൂട്ടത്തില്ല. അങ്ങോറഞ്ഞ ഇത് തെന്നല ബാലകൃഷ്ണപിള്ള സാർ 2001 KPCC പ്രസിഡന്റ് സ്ഥാനം തൊയ്യുമ്പോൾ 65 സീറ്റും വെച്ച് കൊടുത്തിട്ട് മാറിയ സ്ഥലത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് നിങ്ങൾക്ക് 2021 തൊട്ടിട്ട് 25 നിൽക്കുമ്പോൾ ഒരു സീറ്റ് വർദ്ധിപ്പിക്കാൻ പോയിട്ട് 1% വോട്ട് പോലും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത ഇവറ്റകളാണ് ഈ ഇല്ലാത്ത ആരോപണത്തിന്റെ പോലും പാർട്ടി അങ്ങ് ക്ഷീണിച്ചു കളിയും, പാർട്ടി അങ്ങ് മെലിഞ്ഞു കളിയും, പിന്നെ ഞങ്ങൾ ജീവൻ ഡോൺ കൊടുക്കേണ്ടി വരുമെന്നും പറഞ്ഞിട്ട് വിടുവായിത്തം പറയുന്നു. ആ വിടുവായിത്തവും കേട്ടിട്ട് കുറെ വാണങ്ങൾ വന്നിട്ട് കമന്റോളികൾ വന്നിട്ട് ക്ലേറാക്കന്മാരെ പറഞ്ഞില്ലേ എന്നും പറഞ്ഞിട്ട് എനിക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നു. ഞാൻ ഇവരോടൊക്കെ എങ്ങനെ മറുപടി പറയേണ്ടത് അറിയില്ല. എനിക്ക് എങ്ങനെയാ പറയേണ്ടതെന്നുള്ള കാര്യം. ഒരുപാട് സമയമായി തോന്നുന്നു അല്ലേ? പറഞ്ഞോ കൂട്ടരെ, പറഞ്ഞോ. പ്രിയപ്പെട്ടവരെ, എനിക്ക് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളോട് യാരോടും വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസമോ കാര്യങ്ങളോ ഇല്ല.
ഞാനീ ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ തെറ്റുകുറ്റങ്ങൾ മാത്രം പറയാതെ ഇടതുപക്ഷത്തിനെ വിമർശിക്കുമ്പോഴും ആ നിലപാടിനോടുള്ള അതായത് വ്യക്തികളെ അതിൽ കേന്ദ്രീകരിക്കുക അതിൻ്റെ ആവശ്യം എനിക്കില്ല. മനസ്സിലായ? എനിക്കറിയാം നമ്മളെ പോലുള്ളവർ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി കേട്ടിട്ടും ഒരു ഗ്ലാസ് വെള്ളത്തിന്റെ ബന്ധം പോലും നമുക്ക് എവിടുന്നും കിട്ടത്തില്ല. ഇനി എന്തെങ്കിലും നിയമപരമായിട്ടൊരു സഹായത്തിന് ചോദിച്ചാൽ പോലും ഇവറ്റകളെ മുഖം തിരിയുക എന്നല്ലാതെ അതുപോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല, പോക്കുമില്ല. കാരണം നമ്മൾ അത്രയും ക്രൈമിലൊന്നും പെടാറില്ലല്ലോ, നമുക്ക് അതിൻ്റെ ആവശ്യവും. പക്ഷെ ഓരോരാൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം നിലനിൽക്കട്ടെ, അതിന് പറയാനും ഡിബേറ്റ് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യം എല്ലാം നമുക്കുണ്ട്. പക്ഷെ അത് പറയുമ്പം ആ രാഷ്ട്രീയപരമായിട്ട് വിയോജിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറയുക എന്നല്ലാതെ ഇന്ന ആളായതുകൊണ്ട് അത് പാടില്ല, ഇന്ന ആളായതുകൊണ്ട് അവനെ കാണുമ്പോൾ മാടിക്കൂട്ടം കഴിക്കണം. പിന്നെ ആരോ പറഞ്ഞ് ഞാൻ സതീശാന്ന് വിളിച്ചില്ലടാ, ഞാനല്ല ഉപ്പാന്ന് വിളിക്കാം, അല്ല ഇക്കാക്കാന്ന് വിളിക്കാം, പറ്റുമോ? എടാ പേരിട്ടത് എന്തിനാ? എന്റെ പേര് റഫീഖ് എന്നാ, അത് റഫീഖ് എന്ന് വിളിക്കാൻ തന്നെയാ പേരിട്ടണ്, അല്ല എന്നെ ഇക്കാക്ക ഉപ്പാപ്പാന്ന് നിങ്ങൾ വിളിക്കണ്ട. ഇങ്ങനത്തെ വിഡിത്തങ്ങളാ ഇതെന്ന് എന്നോട് പറഞ്ഞു എന്റെ മെസ്സഞ്ചറിലുണ്ട്, നീ സതീശാന്ന് വിളിച്ചില്ലേ, പിന്നെ അങ്ങനെയൊന്നും പറഞ്ഞു. ഞാൻ ചോദിച്ചെന്നാ പിന്നെ ഞാൻ നാളെ ഉപ്പാപ്പാന്ന് വിളിക്കാൻ എനിക്ക് കിളിപ്പൊടിയൊന്ന് ചോദിച്ചു. അല്ല പിന്നെ സതീശ എന്നുള്ള പേരുണ്ടാറ്, പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും വിളിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറയാ. അതുകൊണ്ട് എല്ലാവർക്കും പൊളിറ്റിക്കലെല്ലാം വേണം, അത് എന്താ പറയുക മെസ്റ്റാ, ഒരു നിലപാടെല്ലാം വേണം. പക്ഷെ ഏത് വിശ്വസിക്കുന്ന പാർട്ടി ആയാലും നേതാക്കന്മാരുടെ ഭാഗത്തെ വീഴ്ച ഉണ്ടെങ്കിൽ അത് തുറന്നങ്ങ് പറയണം. നിങ്ങൾക്ക് വല്ല നേട്ടങ്ങളുണ്ട്, പിന്നെ ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നേട്ടങ്ങൾ കിട്ടത്തില്ല എന്ന് തോന്നിക്കിട്ടാൽ പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങളെ ലൈഫ് നിങ്ങൾ എന്താ പറയുക സേവ് ചെയ്യണം. നിങ്ങളെ ലൈഫ് നിങ്ങളാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അത് അത്തരം പറഞ്ഞിട്ട് അതിനാഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് ഇല്ലാതാക്കണ്ട. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് എൻ്റെ കോൺഗ്രസിൻ്റെ ഐഡിയോളജി നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ജീവനുള്ള കാലത്തോളം ഇത്തരം വീഴ്ചകളോ തെറ്റുകളോ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവനെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്തിയാടിക്കാനോ എന്നിട്ട് ആ സ്ഥാനം തട്ടിയെടുക്കാനോ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് വിമർശിക്കും, പറയും. കാരണം നിങ്ങൾക്ക് സ്ഥാനങ്ങൾക്ക് നിങ്ങളെ പ്രവർത്തി കൊണ്ട് നിങ്ങൾ തേടിയെത്തും സ്ഥാനത്ത് അർഹതാണെങ്കിൽ, അല്ലേ? ഇപ്പൊ രാഹുൽ മാക്കൂട്ടത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് പാർട്ടിക്കകത്തേക്ക് കടന്നു വന്നത് ഞാൻ കണ്ടത്. ആ കൊറോണ കാലഘട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചർച്ച അല്ലേ? അതൊക്കെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ക്വാളിറ്റി ആയിട്ട് കണ്ട്. അപ്പൊ അത്തരമുള്ളൊരു നേതാക്കന്മാർ നാളുകളിൽ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഞാനിത് മറ്റൊരു താഴ്ത്തിക്കെട്ടല്ല, ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു വ്യക്തിയാണ് ആര്? ഈ പറയുന്ന രാഹുൽ മാക്കൂട്ടം. കാരണം മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങളും ചോദിക്കും, ഇവിടെ വന്ന് പാർലമെന്റിനകത്ത് നിയമസഭയ്ക്ക് പുറത്ത് വന്നിട്ട് റോഡിന്മേൽ ഇറങ്ങി സമരം ചെയ്യണമെങ്കിൽ അത് സമരവും ചെയ്യും. അത്ര പവർഫുള്ളാ ആ ലീഡർ. ഇത് മറ്റു വണ്ടാല പറഞ്ഞ കുറെ നിയമസഭക്കകത്ത് പോയി ഇതും തൊക്കിലിറക്കിട്ട് സാർ അത് ശരിയല്ല സാർ, ഇവിടെ വിലക്കുട്ടി സാർ, ഇവിടെ കൊല്ല സർക്കാരാണ് സാർ, ഇതിങ്ങനെ ഡയലോഗ് അടിക്കും. ആ ഡയലോഗ് അടിച്ചതുകൊണ്ട് ഇവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? സർക്കാർ എന്താണോ തീരുമാനിക്കുന്നത് ആ നടപടി അങ്ങനെ തന്നെ ബില്ല് പാസ്സാക്കുന്നു, വില വർദ്ധിപ്പിക്കുന്നു, വെള്ളക്കരം കൂട്ടുന്നു, നികുതി കൂട്ടുന്നു. ഇതിനി ഒന്നും ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ട് അതിന് നമ്മൾ ചിന്തിക്കണ്ടേ? ഒരു പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥ റോളെന്താ? സ്വന്തം കൂട്ടത്തിലുള്ളവനെ കള്ളക്കേസിൽ കുടുക്കിയിട്ട് ഓനെങ്ങനെ ഒതുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്? അല്ലെങ്കിൽ ഭരണപക്ഷത്തിന്റെ പരാജയങ്ങൾ ചൂണ്ടിക്കാണിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച് സമരത്തിൽ പങ്കാളിയാക്കിച്ച് സർക്കാരിന്റെ തെറ്റായ നയങ്ങളെ തിരുത്തിക്കുക വേണ്ടത്? നിങ്ങളെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്ക്. കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് ഈ സർക്കാർ കൊണ്ടുവന്ന ജനദ്രോഹ നടപടിക്കെതിരെ എന്തെങ്കിലും ഒരു ശക്തം സ്വീകരിച്ചിട്ട് അതിനെ തിരുത്തിക്കാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇല്ലേ? നിങ്ങളെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്കും, ഞാൻ പറയണ്ട. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യ കേട്ടാ. അപ്പൊ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഒറ്റ കാര്യം കൂടി ലൈവ് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വെക്കുന്നു, ഈ ആരോപണം ഉന്നയിച്ച എല്ലാവരും ഈ ആരോപണം കേട്ടപാട് എന്ത് ആവേശത്തിലാണോ ചാടി പുറത്തോട്ട് വന്നിട്ട് ക്ലാജി വെക്കണം, എൻ്റെ വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ട്, എങ്ങനെയാണ് ഞാൻ KSUലേക്ക് പ്രവർത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് വിടുവായിത്തം പറഞ്ഞ കുറേ എണ്ണുണ്ട് വന്നിട്ട്. ഇതിന് ഇതുവരെ ഒരാളും പരാതി കൊടുത്തിട്ടില്ല. ആർക്കും ഒരു മോശമായ ഒരു എന്താ പറയുക ഒരു ഇടങ്ങാറും രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ചിനോട് ഈ ആദ്യം ആരോപണം ഉന്നയിച്ച കുട്ടികൾ തന്നെ സ്ത്രീകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞതും തിരുത്താൻ ബാധ്യസ്ഥരാണ്. അത് മാത്രമല്ല, നിങ്ങൾ ഈ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയ മുഴുവൻ ബാക്കിയൊക്കെ പിന്നീട് രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ പിന്നീട് കേട്ടാ. ആ അമ്മയും അവന്റെ സഹോദരിയും
അതിന് ശേഷം മേരാവണ്ണം ഫുഡ് കഴിച്ചിട്ടില്ല എന്നുള്ള വിവരം നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അടച്ചിട്ട റൂമിൽ അവരുള്ളത്. മനസ്സിലായി? ഒരു സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെടുത്തി കൂടെ നിൽക്കും പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്ന് വെച്ച പാർട്ടിയിലെ നേതാക്കന്മാർ പോലും എതിരാളികൾ ഉന്നയിക്കുന്നതിനേക്കാളും അപ്പുറത്ത് പച്ചക്കളവുകൾ പറഞ്ഞ് പരപ്പിച്ച്. ഓർക്കണം, നാളുകളിൽ നിങ്ങളുടെ കുടുംബത്തിലും ഇത് വരാതിരിക്കട്ടെ എന്ന് ഞാൻ ഉടയ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. കേട്ടോ? ഞാൻ അങ്ങ് അവസാനിപ്പിക്കുക.